പ്രിയമുള്ളവരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. യോഗത്തിൻ്റെ അധ്യക്ഷൻ, കുമ്പളം ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഫൈസൽ, ഏറെ പ്രിയമുള്ള എൻ്റെ ആത്മസഹോദരങ്ങളെ, ബഹുമാന്യരെ, നെഹ്റുവിൻ്റെ ഇന്ത്യ എന്ന വിഷയത്തെ മുൻനിർത്തിയാണ് ഇന്ന് ഇവിടെ ഇത്തരമൊരു സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് നാം ഇന്ന് നെഹ്റുവിനെ പറ്റി ചർച്ച ചെയ്യണം? എന്തുകൊണ്ട് നെഹ്റുവിൻ്റെ ചരിത്രത്തെ പുനഃസന്ദർശനം ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആലോചനാ വിഷയം. നമ്മുടെ രാജ്യം ഹിന്ദുത്വ ഭീകരതയുടെ ഒരു ദശാബ്ദത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യവും കേരളവുമൊക്കെ അഭിസംബോധന ചെയ്യുന്ന വലിയ പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ഊർജമായി, ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള വിമോചനാത്മകമായ മൂല്യമായി എപ്രകാരമാണ് നെഹ്റുവിൻ്റെ ഒരു ലെഗസി, അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ ചിന്തകൾ, അദ്ദേഹം മുന്നോട്ട് വെച്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ, രാഷ്ട്രീയ പ്രവർത്തന പദത്തിലൂടെയൊക്കെ സമൂഹത്തിലേക്ക് പ്രക്ഷേപിക്കപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. സുദീർഘകാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുകയും ഒരേ സമയം പ്രധാനമന്ത്രിയായിരുന്നുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളെ മുന്നോട്ടെടുക്കുകയും ചെയ്ത ഒരാൾ കൂടിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ഒരു സാധാരണ പ്രധാനമന്ത്രിയായിരുന്നില്ല. ഒരു സാധാരണ പ്രധാനമന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്കപ്പുറത്തുള്ള കാര്യങ്ങൾ ചെയ്ത ഒരാൾ കൂടിയായിരുന്നു നെഹ്റു. കാരണം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീക്ഷ്ണമായ തീച്ചുളയിൽ വെന്തുരുകിയ ഒരു വ്യക്തി കൂടിയാണ് നെഹ്റു. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചോ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടായിരുന്ന നെഹ്റുവിനെ സംബന്ധിച്ചോ അല്ല ഞാനിവിടെ പ്രധാനമായും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ചിലപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ കൂടി വീണ്ടും വീണ്ടും പറയേണ്ടി വരികയും ചെയ്യും. പക്ഷേ ഈ സന്ദർഭത്തിൽ പ്രധാനമായും ലക്ഷ്യമാക്കുന്നത്, രാജ്യം ഒരു ദശാബ്ദമായി, ശശി തരൂരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങളുടെ ഒരു പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുമ്പോൾ ഇന്ത്യയെ മുന്നോട്ടെടുത്ത, ഇന്ത്യയെ ആധുനികവൽക്കരിച്ച ഒരു ശ്രേഷ്ഠ വ്യക്തിത്വത്തെ സംബന്ധിച്ച് ആലോചിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിൽ ഒരു ശുക്ര നക്ഷത്രത്തെ പോലെ തേജസാർന്ന മാറ്റങ്ങൾ വരുത്തിയ സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ നെഹ്റുവിനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ഈ സംഭാഷണത്തിലേക്ക് കടക്കാം. സഹോദരൻ അയ്യപ്പൻ നെഹ്റുവിനെ സംബന്ധിച്ച് ഇങ്ങനെ നിരീക്ഷിക്കുന്നു: നെഹ്റു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ദീർഘകാലത്തെ അതുല്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ അതിലും വലിയൊരു സംഭാവന അദ്ദേഹം ഭാരതത്തിന് നൽകിയിട്ടുള്ളത് ചുഴിഞ്ഞു നോക്കുന്നവർ കാണാതിരിക്കില്ല. അത് അദ്ദേഹം ഇന്ത്യയെ ആധുനികമാക്കുന്നതിന് ചെയ്ത ധീരമായ വേലയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. എന്താണ് നെഹ്റു ഇന്ത്യക്ക് നൽകിയ സംഭാവന എന്ന് ചോദിച്ചാൽ, ഇന്ത്യയെ ആധുനികമാക്കുന്നതിന് ചെയ്ത ധീരമായ വേലയാണ് എന്നാണ് സഹോദരൻ അയ്യപ്പൻ പറയുന്നത്. അത് അധികവും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ചെയ്തത്. അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞ ഈ വാക്യത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ സംഭാഷണം ഭാവന ചെയ്തിട്ടുള്ളത്. കാരണം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയാക്കിയ ഒരാളാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഇന്ത്യ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിലുണ്ടായിരുന്ന ഇന്ത്യ ആയിരുന്നു. പക്ഷേ സ്വാതന്ത്ര്യാനന്തരം ഇന്ന് കാണുന്ന രീതിയിലേക്ക് തെരഞ്ഞെടുപ്പിലൂടെ ആധുനികമായ വ്യവസായശാലകളൊക്കെ നിർമ്മിച്ചുകൊണ്ട് ജനകോടികളുടെ ദാരിദ്ര്യവും കണ്ണുനീരും പട്ടിണിയും പരിവട്ടവും ഒക്കെ വിദൂരമാക്കിയിട്ടാണ് ഒരു ആധുനിക ഇന്ത്യ എന്ന് പറയുന്ന ദേശരാഷ്ട്രത്തെ നെഹ്റു നിർമ്മിച്ചെടുത്തത്. അപ്പം ഭീകരമായ പ്രതിസന്ധിയുടെ ഒരു ഘട്ടമാണ്. സ്വാതന്ത്ര്യത്തോടൊപ്പം വിഭജനവും ഇന്ത്യയെ കാർന്നു തിന്നുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു.
വർഗീയ വിഭജനവും വർഗീയ ലഹളകളും നമ്മുടെ രാജ്യത്തെ കാർന്നു തിന്നുന്നൊരു കാലഘട്ടത്തിലാണ് നെഹ്റു സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയെ നയിച്ചത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കൂടുതൽ നവോന്മേഷഭരിതമായി ഓർക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുക, ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കുക, സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന വിശാലമായ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യത്തെ കെട്ടിപ്പടുത്തുയർത്തുക എന്നൊക്കെ പറഞ്ഞത് വലിയ ഭഗീരഥ പ്രയത്നം ആവശ്യമുള്ള കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും അചഞ്ചലമായ രീതിയിൽ മതേതരത്വവും സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം മുതലായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചു എന്നുള്ളതാണ് നെഹ്റുവിനെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ന് നമുക്ക് ഓർക്കേണ്ട ഒരു മഹൽ വ്യക്തിത്വമായിട്ട് അദ്ദേഹത്തെ മാറ്റി തീർക്കുന്നത്. കാരണം ഇന്ന് നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ മുസ്ലിങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്നു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ വലിയ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നു. രാജ്യത്ത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹം നേരിട്ട് പോയിട്ട് തെരഞ്ഞെടുപ്പ് റാലികളിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരായി വലിയ വിദ്വേഷ പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നു. വിവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് രാജ്യത്ത് കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി വിദ്വേഷ പ്രചാരണങ്ങൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി ദളിതർക്കും ആദിവാസികൾക്കും മേലുള്ള അതിക്രമങ്ങൾ വലിയ രീതിയിൽ വർദ്ധിച്ചു വന്നിരിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്തെ സർവകലാശാലകളെ, രാജ്യത്തെ ഭരണസിരാ കേന്ദ്രങ്ങളെ, നെഹ്റു സ്ഥാപിച്ച സ്ഥാപനങ്ങളെ ഒക്കെ തന്നെ സംവരണ അട്ടിമറിയുടെയും വർഗീയതയുടെയും കേന്ദ്രമാക്കി ഹിന്ദുത്വ ശക്തികൾ മാറ്റിയെടുത്തിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ നെഹ്റുവിനെ പറ്റി ചിന്തിക്കുന്നത്. എന്താണ് നെഹ്റു ചെയ്ത പ്രവൃത്തി? അതാണ് സഹോദരൻ പറഞ്ഞത്. ഇന്ത്യയെ ആധുനികമാക്കുന്നതിന് ചെയ്ത ധീരമായ വേലയാണ് എന്ന് നെഹ്റുവിനെ പറ്റി സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു. അത് അധികവും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ചെയ്തത് എന്നും സഹോദരൻ അയ്യപ്പൻ സൂചിപ്പിക്കുന്നുണ്ട്. അയ്യപ്പൻ പറയുന്നു, സ്വതന്ത്ര ഇന്ത്യക്ക് അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകണമെങ്കിൽ ഇന്ത്യക്കാരുടെ വിശ്വാസങ്ങളിലും വിചാരങ്ങളിലും പലതും മാറണം, പുതുതായി പലതും വരുത്തണം. അത് രണ്ടും സ്വതന്ത്ര ഇന്ത്യയിൽ അദ്ദേഹം വളരെ സാധിച്ചു, നെഹ്റു സാധിച്ചു എന്നാണ് സഹോദരൻ അയ്യപ്പൻ നിരീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ പോലുള്ള ഒരാൾക്കല്ലാതെ ഇന്ത്യയിൽ ആ രംഗങ്ങളിൽ അദ്ദേഹം സാധിച്ച മാതിരി അധികം മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുകയില്ല എന്നുകൂടി സഹോദരൻ അയ്യപ്പൻ സുചിന്തിതമായി പ്രസ്താവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ്റെ ഈ വാക്യങ്ങൾക്ക് പ്രാധാന്യം കൈവരുന്നത് എന്ന് നെഹ്റുവിൻ്റെ ജീവിത പ്രവർത്തികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഇവിടെ പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് നെഹ്റുവിൻ്റെ സമഗ്രമായൊരു ജീവചരിത്രം അവതരിപ്പിക്കുക എന്നുള്ളത് ഈ പ്രഭാഷണത്തിൻ്റെ ലക്ഷ്യമല്ല. അത് നമുക്ക് വിക്കിപീഡിയയിൽ അവൈലബിളാണ്. എന്തായിരുന്നു നെഹ്റു എത്ര കാലം ഈ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചു, അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് വിക്കിപീഡിയ നോക്കിയാൽ അറിയാം. പക്ഷേ ഞാനിവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യമാക്കുന്നത്, നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത ചില പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങൾക്ക് ആധാരമായിരുന്ന അദ്ദേഹത്തിന് പ്രത്യയശാസ്ത്ര അടിത്തറയും ഒക്കെ പരിശോധിക്കുകയും അത് പുതിയ കാലത്ത് എങ്ങനെയാണ് പ്രസക്തമാകുന്നത് എന്ന് ആലോചിക്കുകയുമാണ് ഈ സംഭാഷണം ലക്ഷ്യമാക്കുന്നത്. അതിനുവേണ്ടി നെഹ്റുവിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ് ഈ പ്രഭാഷണം മുഖ്യമായും അതിൻ്റെ ലക്ഷ്യമായി കാണുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഞാൻ ആദ്യം സൂചിപ്പിച്ചു, വലിയ രീതിയിലുള്ള വർഗീയ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ വർഗീയ വിഭജനങ്ങൾക്ക് കൂടി, വർഗീയ ലഹളകൾക്ക് കൂടി ഇന്ത്യ വേദിയായി. ഗാന്ധി ഉൾപ്പെടെ ഉള്ള ആളുകൾ ഈ വർഗീയ ലഹളകൾ സമാധാനം കൈവരുത്തുന്നതിന് വേണ്ടി നവഖാലിയിലും മറ്റും ഇറങ്ങി നടന്നു. നെഹ്റുവും അപ്രകാരം തന്നെ നടന്നു. അദ്ദേഹം ഒരിക്കൽ തൻ്റെ രക്ഷാഭടന്മാർക്ക് നിർദ്ദേശം നൽകി, മുസ്ലിമിനെ ആക്രമിക്കുന്ന ഏതൊരാളെയും വെടിവെക്കാൻ രക്ഷാഭടന്മാർക്ക് അദ്ദേഹം അധികാരം കൊടുത്തു. ഇന്നാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. വെടിവെച്ചാൽ ബലേ ഭേഷ് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയുടെ നാടായിട്ട് ഇന്ത്യ മഹാരാജ്യം മാറി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വർഗീയ ലഹള ശക്തമായിട്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു തൻ്റെ രക്ഷാഭടന്മാർക്ക് നൽകിയ നിർദ്ദേശം മുസ്ലിമിനെ ആക്രമിക്കുന്ന ഏതൊരാളെയും വെടിവെക്കാൻ നിർദ്ദേശം കൊടുക്കുക. അത് അദ്ദേഹത്തിന് കാരുണ്യമില്ലാഞ്ഞിട്ടോ സഹിഷ്ണുതയില്ലാഞ്ഞിട്ടോ അല്ല.
ധീരമായൊരു തീരുമാനം കൈക്കൊള്ളുകയാണ്. ആരുടെ പക്ഷത്താണ്? നീതിയുടെ പക്ഷത്താണ് താൻ നിലയുറപ്പിക്കുന്നത് എന്നുള്ള കാര്യം, സാമൂഹ്യനീതിയുടെ പക്ഷത്താണ് തൻ്റെ ദർശനങ്ങൾ നിലയുറപ്പിക്കുന്നത് എന്ന കാര്യം നെഹ്റു ഈ പ്രസ്താവനയിലൂടെ തന്നെ ധീരമായി സൂചിപ്പിക്കുന്നു. കൂടാതെ ജീവന് ഭീഷണി നേരിടുന്ന മുസ്ലിങ്ങൾക്ക് ഡൽഹിയിലെ തൻ്റെ വസതിയിൽ നെഹ്റു അഭയം നൽകി. ഇതാണ്. നോക്കൂ, സ്വാതന്ത്ര്യാനന്തരമുള്ള ഒരു വർഗീയ ലഹളകളുടെയൊക്കെ ഒരു കാലഘട്ടം നോക്കിയാൽ അറിയാം, നമ്മുടെ രാജ്യത്തെ പല ദേവാലയങ്ങൾ പോലും അഭയാർത്ഥികൾക്ക് അഭയം നൽകുന്ന സ്ഥലമായി മാറിയിരുന്നു. വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക്, വ്യത്യസ്ത സമുദായങ്ങൾക്ക് അഭയം നൽകുന്ന കേന്ദ്രങ്ങളായി മുസ്ലിം ദേവാലയങ്ങൾ പോലും പ്രവർത്തിച്ചിരുന്നു ഇന്ത്യ മഹാരാജ്യത്ത്. ആ ഒരു രാജ്യത്താണ് ഇന്ന് ബുൾഡോസർ രാജിലൂടെ മുസ്ലിം ദേവാലയങ്ങൾ ചവിട്ടി പൊട്ടിക്കുന്ന രീതിയിൽ, സമ്പൂർണമായി ഒഴിച്ചു മാറ്റുന്ന രീതിയിൽ, അതിൻ്റെ തരി പോലും അവശേഷിപ്പിക്കാത്ത രീതിയിൽ ഈ മുസ്ലിം ദേവാലയങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയിലേക്ക് വരുന്നത്. ചിരപുരാതനമായ വളരെയധികം പഴക്കമുള്ള മുസ്ലിം ദേവാലയങ്ങൾ പോലും ബുൾഡോസർ കൊണ്ടുവന്ന് ഇല്ലാതാക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. പഴക്കമുള്ള വലിയ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ പോലും, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രാധാന്യത്തോടു കൂടി കണ്ടിരുന്ന സ്ഥലങ്ങൾ പോലും ബുൾഡോസർ രാജിലൂടെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള വ്യവസ്ഥാക്രമം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ഒരു രണ്ടാംകിട പൗരന്മാരായി, എന്തിന് പൗരന്മാരെന്ന് പറയുന്ന ആത്മാഭിമാനമുള്ള പൗരശരീരം എന്ന് പറയുന്ന അവസ്ഥാവിശേഷത്തിൽ നിന്നും, അതൊരു സ്വത്വമാണല്ലോ, പൗരൻ എന്ന് പറയുന്നൊരു സ്വത്വമാണ്, ഒരു ഐഡൻറ്റിറ്റിയാണ്, അതൊരു ആത്മാഭിമാനമുള്ള സംവർഗമാണ്. അതിൽ നിന്നൊക്കെ സമ്പൂർണ്ണമായി മനുഷ്യരെ പുറത്താക്കുക. മുസ്ലിങ്ങളൊന്നും പൗരന്മാരല്ല, അവർ ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശമുള്ളവരല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് വർത്തമാനകാല ഇന്ത്യയിൽ ഈ മുസ്ലിം ദേവാലയങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കുന്നൊരു പ്രവണത നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോഴാണ് നെഹ്റു 1948-ലും 1949-ലും എഴുതിയ ചില കത്തുകളുണ്ട്. ആ കത്തുകളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അഭയാർത്ഥി മനോഭാവം എന്നാണ്. മുസ്ലിം വിരുദ്ധ വികാരത്തെ നെഹ്റു വിശേഷിപ്പിച്ച അഭയാർത്ഥി മനോഭാവം, മുസ്ലിങ്ങളെ കേവലം അഭയാർത്ഥികളായിട്ട് കാണുന്നൊരു മനോഭാവം, അവർ പാകിസ്ഥാനിലേക്ക് ഓടിപ്പോകേണ്ടവരാണെന്ന് പറയുന്ന മനോഭാവം, ഹിന്ദുത്വവാദികളെ വിമർശിച്ചാൽ അവർക്ക് പാകിസ്ഥാനിലേക്ക് വിസ കൊടുക്കുമെന്ന് പറയുന്ന മനോഭാവം, ഇതൊക്കെ നെഹ്റു പറഞ്ഞ അഭയാർത്ഥി മനോഭാവത്തിൽ നിന്ന് ഉളവാകുന്നതാണ്. മുസ്ലിം വിരുദ്ധ മനോഭാവത്തെ നെഹ്റു അഭയാർത്ഥി മനോഭാവം എന്ന് വിളിച്ചു. അങ്ങനെ വിളിക്കാൻ കാരണം എന്താണ്? ഇന്ത്യയിലെ ജനതയെ, അത് മുസ്ലിങ്ങളെ ആകട്ടെ മറ്റ് വ്യത്യസ്ത സമുദായങ്ങളിൽ പിറന്നവരെ ആകട്ടെ പൗരന്മാരായി കാണുന്നതിന് പകരം ഒരു പ്രത്യേക ജനവിഭാഗത്തെ അരികുവൽക്കരിക്കുകയും പാർശ്വവൽക്കരിക്കുകയും ചെയ്യുന്ന രീതിയിൽ അഭയാർത്ഥികളായി എവിടേക്കെങ്കിലും ഓടിപ്പോകേണ്ടവരാണ്, നിഷ്കാസിതരാക്കപ്പെടേണ്ടവരാണ് എന്ന് പറയുന്നൊരു രാഷ്ട്രീയം ഹിന്ദുത്വം വെച്ച് പുലർത്തിയിരുന്നു. അതിനെതിരായിരുന്നു നെഹ്റു എന്നുള്ളതാണ്. തന്നെയല്ല, ഹിന്ദുത്വവാദത്തിന് അടിത്തറവാകാനുള്ള സന്ദർഭങ്ങളിലെല്ലാം, ഹിന്ദുത്വവാദികൾ ശ്രമിച്ച ഘട്ടത്തിലെല്ലാം അതിന് ശക്തമായ രീതിയിൽ തടയിടുവാൻ നെഹ്റു ശ്രമിച്ചിരുന്നു. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജേന്ദ്ര പ്രസാദിൻ്റെ ആദ്യ നടപടികളിലൊന്ന് റിപ്പബ്ലിക് ദിനമായി ജനുവരി 26-ന് പകരം തൻ്റെ ജ്യോത്സ്യന്മാരുടെ നിർദ്ദേശപ്രകാരം കൂടുതൽ ശുഭകരമായ ഒരു ദിനമാക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു രാജേന്ദ്ര പ്രസാദ്. ജനുവരി 26 റിപ്പബ്ലിക് ഡേ വേണ്ട, അത് ജ്യോത്സ്യന്മാർ കണ്ടെത്തുന്ന മറ്റൊരു ദിവസം മതി എന്ന് പറയുന്ന ഒരു നിലപാടാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദ് സ്വീകരിച്ചത്. എന്താണ് ഈ ജ്യോത്സ്യത്തിൻ്റെ കുഴപ്പം? ജ്യോത്സ്യം എന്ന് പറയുന്ന കേവലം ഒരു വിശ്വാസം മാത്രമല്ല, മറുവഴി ഹിന്ദുത്വത്തിൻ്റെ പേരാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. വേറൊരു ഹിന്ദുത്വം പ്രവേശിക്കുന്ന മറ്റൊരു വഴിയാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. ആ വഴിയിലൂടെ ജ്യോതിഷം ഇങ്ങനെ ക്രമേണ ഒരു കാളസർപ്പത്തെ പോലെ ഇന്ത്യ മഹാരാജ്യത്തെ പിടിച്ചു മുറുക്കുക എന്നുള്ളതല്ല. അല്ലാതെ നിഷ്കളങ്കമായൊരു വിശ്വാസമൊന്നുമല്ല ജ്യോതിഷ വിശ്വാസം എന്ന് പറയുന്നത്. നമുക്ക് പൊതുവെ നിഷ്കളങ്കമാണെന്ന് തോന്നാം, പക്ഷേ അടിസ്ഥാനപരമായി ജ്യോതിഷം പ്രവർത്തിക്കുന്നത് ചാതുർവർണ്ണ്യത്തിലും വർണ്ണാശ്രമ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. ചാതുർവർണ്ണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതിഷം പ്രവർത്തിക്കുന്നത്. വിമോചനാത്മകമായ ആശയങ്ങളോ മനുഷ്യരെ തുല്യരായി കാണുന്ന സങ്കല്പങ്ങളോ ജ്യോതിഷ പാരമ്പര്യത്തിലില്ല. ഒരാൾ ഭൂമിയിൽ ഉത്തമനായി ഉന്നത കുലത്തിൽ പണക്കാരനായി ജനിക്കുന്നതിന് കാരണം അയാളുടെ മുജ്ജന്മ കർമ്മഫലമാണെന്നും ഒരാൾ പാപിയാകുന്നതിന്
മുസ്ലിമായി, ദളിതനായി, ആദിവാസിയൊക്കെ ജനിക്കുന്നതിന് കാരണം അയാൾ ചെയ്ത പാപമാണ് എന്നുമാണ് പ്രശ്നമാർഗം എന്ന് പറയുന്ന ജ്യോതിഷ ഗ്രന്ഥം പറഞ്ഞു വെക്കുന്നത്. ജന്മാന്തര കൃതം പാപം വ്യാധിരൂപേണ ജായതേ. നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ പോലും മുജ്ജന്മ കർമ്മ ഫലമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജന്മത്തിൽ ഷുഗർ ഉണ്ടെങ്കിലും പ്രഷർ ഉണ്ടെങ്കിലും ഒക്കെ അതിന് കാരണം എന്താണ്? അത് മുജ്ജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് എന്നാണ് ജ്യോതിഷ വിശ്വാസം. അപ്പോൾ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ കേവലം ഒരു മുഹൂർത്തത്തിൻ്റെ കാര്യം മാത്രമല്ല, ആരുടെയെങ്കിലും കല്യാണം മുടക്കുന്ന കാര്യം മാത്രമല്ല, കുടുംബം തകർക്കുന്ന കാര്യം മാത്രമല്ല, സമഗ്രമായി ഹിന്ദുത്വം നമ്മളെ പിടിമുറുക്കുന്നതിനുള്ള ആശയാടിത്തറയുടെ പ്രഭവ കേന്ദ്രം കൂടിയാണ് ജ്യോതിഷ വിശ്വാസങ്ങളെന്ന് പറയുന്നത്. അത് ഇന്ത്യ എന്ന് പറയുന്ന ദേശരാഷ്ട്രത്തെ സമ്പൂർണ്ണമായി തകർക്കും എന്ന് നെഹ്റു കണ്ടിരുന്നു. അതുകൊണ്ട് ഇതൊരു മുഹൂർത്തത്തിന് വിഷയമായിട്ടല്ല നെഹ്റു കണ്ടത്. പകരം ഇന്ത്യ എന്ന് പറയുന്ന മതേതര ദേശരാഷ്ട്ര സങ്കല്പത്തിന് മുകളിൽ ഹിന്ദുത്വത്തിൻ്റെ ബ്രാഹ്മണ്യാശയങ്ങൾ പിടിമുറുക്കുവാൻ നെഹ്റു അനുവദിച്ചില്ല. അതുകൊണ്ടാണ് രാജേന്ദ്ര പ്രസാദിനെ ആദ്യം തന്നെ തടഞ്ഞത്. ആദ്യം തന്നെ തടഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യൻ രാഷ്ട്രപതി പങ്കെടുക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അതിനോട് കടുത്ത വിയോജിപ്പ്. ഇന്ത്യയുടെ രാഷ്ട്രപതി ഒരിക്കലും ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ മറ്റു മതസ്ഥാപനങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് മതേതര രാഷ്ട്രാഷ്ട്ര സങ്കല്പത്തിന് എതിരാണ് എന്ന് നെഹ്റു കണ്ടു. പരസ്യമായി തന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ചു. പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പൂജയ്ക്കും ഹോമങ്ങൾക്കുമൊക്കെ നേതൃത്വം വഹിക്കുന്നു. അദ്ദേഹം തന്നെ പ്രധാന പുരോഹിതനായിട്ട് വരുന്നു. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ പ്രധാനമന്ത്രി തന്നെ നിർവഹിക്കുന്നു. ഈ രീതിയിലൊക്കെ ഹോമവും യാഗവും ഒക്കെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ചെയ്യുന്നത് നമ്മൾ പരസ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ സെക്കുലർ ദേശരാഷ്ട്രം, മതേതര ദേശരാഷ്ട്രം എന്നുള്ള സങ്കല്പത്തിൽ ജനങ്ങൾക്ക് അവിശ്വാസം ഉണ്ടാകുക. ജനങ്ങൾക്ക് അവിശ്വാസം ഉണ്ടാകുന്നു. ഏത് നിലയിലാണ് നമ്മുടെ രാജ്യത്ത് നാം ജീവിക്കേണ്ടത്? എങ്ങനെ ജീവിക്കും? അപ്പോൾ അടിസ്ഥാനപരമായി ഈ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പത്തെ തന്നെ നിരസിക്കുകയാണ് ഇത്. ഒരു പ്രത്യേക മതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ ഭരണ നേതൃത്വം വഹിക്കുന്നവർ ഇടപെട്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്കതിലാണ് താല്പര്യം. അയോധ്യയുടെ രാമപ്രതിഷ്ഠയെപ്പറ്റി പറഞ്ഞാൽ അത് വേറെ തന്നെ ചർച്ചാ വിഷയമാണ്. നെഹ്റുവിൻ്റെ കാലത്ത് ഇത്തരം ഒരു ബിംബം അവിടെ ഇരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ നെഹ്റു പറഞ്ഞത് ആ ബിംബം എടുത്ത് നദിയിൽ ഒഴുക്കണമെന്നാണ് നെഹ്റു പറഞ്ഞത്. അത്രയും പ്രശ്നം ഒഴിവാകും. നെഹ്റു പറഞ്ഞത് കേട്ടില്ല. അപ്പോൾ അന്ന് അവസാനിക്കേണ്ട ഒരു പ്രശ്നം ഇന്ത്യയുടെ കേന്ദ്ര പ്രശ്നമായിട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് നാം അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി. തന്നെയല്ല, ഹിന്ദു കോഡ് ബില്ല് ആദ്യം ഡോക്ടർ ബി ആർ അംബേദ്കർ അവതരിപ്പിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ നിയമമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. പക്ഷേ പിന്നീട് വന്ന നെഹ്റു സർക്കാർ ഹിന്ദു കോഡ് ബില്ല് പല സെക്ഷനുകളായി പല ഭാഗങ്ങളായി വിഭജിച്ചുകൊണ്ട് അത് പാസ്സാക്കുന്നുണ്ട്. ഈ ഹിന്ദു കോഡ് ബില്ലിൻ്റെ കാര്യത്തിൽ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് തൻ്റെ വിയോജിപ്പ് പാർലമെൻറ്റിനെ നേരിട്ടറിയിക്കുന്ന ഒരു ഇടപെടൽ നടത്തിയ അവസരത്തിൽ ഇത് തൻ്റെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ നടത്തുന്ന ഭരണഘടനാ വിരുദ്ധമായ ഇടപെടലാണെന്ന് പറഞ്ഞുകൊണ്ട് നെഹ്റു അതിൻ്റെ പേരിൽ രാജ്യഭീഷണി മുഴക്കി. ഈ രാജ്യഭീഷണി എന്ന് പറഞ്ഞാൽ കേവലമായ രാജ്യഭീഷണി ആയിരുന്നില്ല, മറിച്ച് പാർലമെൻറ്റിൻ്റെ അധികാരമുണ്ട്, ജനാധിപത്യപരമായ അധികാരം. ആ ജനാധിപത്യപരമായ അധികാരത്തിന് മുകളിൽ രാഷ്ട്രപതി പാർലമെൻറ്റിനെ നിയന്ത്രിക്കുന്ന രീതിയിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യവസ്ഥാക്രമത്തെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ, പ്രത്യേകിച്ച് ഹിന്ദു കോഡ് ബില്ല് എന്ന് പറയുന്നത് എന്തിനായിരുന്നു? അത് സ്ത്രീകളുടെ സ്വത്വാവകാശത്തിന്, ഏകഭാര്യ വ്യവസ്ഥ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള വിവാഹ മോചനാവകാശം, സമ്മതത്തിനും വിവാഹത്തിനുമുള്ള പ്രായപരിധി ഉയർത്തൽ, ജീവനാംശത്തിനും കുടുംബസ്വത്തിനുമുള്ള അവകാശം, ഇതൊക്കെയായിരുന്നു 1951 പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഹിന്ദു കോഡ് ബില്ലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനോടാണ് ആര് വിയോജിച്ചത്? അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദ് വിയോജിച്ചത്. ആ സന്ദർഭത്തിൽ പാർലമെൻറ്റിൻ്റെ കാര്യത്തിൽ ഭരണഘടനാ വിരുദ്ധമായി രാഷ്ട്രപതി ഇടപെടാൻ പാടില്ല എന്ന് നെഹ്റു പ്രസ്താവിക്കുകയുണ്ടായി. ഇടപെടുന്നത് അനൗചിത്യവും ഭരണഘടനാ ധാർമ്മികതയ്ക്ക് എതിരാണ് എന്നും നെഹ്റു ഉദ്ബോധിപ്പിച്ചു. ഇന്നെന്താണ്?
അന്ന് രാജേന്ദ്രപ്രസാദ് രാഷ്ട്രപതിയായിരുന്ന് പാർലമെൻറ്റിന് മുകളിൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ചതുപോലെ ഇന്ന് ഗവർണർമാരെ ആയുധമാക്കി നമ്മുടെ രാജ്യത്ത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ ഫെഡറൽ സംവിധാനത്തെ തന്നെ സമ്പൂർണ്ണമായി തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾ അതിനോട് യോജിപ്പാകാം, പക്ഷേ അത് അനാദിയായി തടഞ്ഞു വെക്കുകയും ജനങ്ങളുടെ ആവശ്യങ്ങളെ ആ രീതിയിൽ തടയുകയും ചെയ്യുന്ന ഒന്നായി ഗവർണർ സ്ഥാനത്തെ ഹിന്ദുത്വ ശക്തികൾ മാറ്റിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ അടുത്ത കാലത്ത് കണ്ട ഭാരതാംബ വിവാദം. ഭാരതമാതാവ് എന്ന് പറയുന്നൊരു സങ്കല്പം ആവിഷ്കരിക്കുകയാണ്. എവിടെയാണ് ഈ ഭാരതമാതാവ് എന്ന് പറയുന്നത്? ഈ കാണുന്ന ജനങ്ങളാണ് ഭാരതമാതാവെന്നാണ് നെഹ്റു പറഞ്ഞത്. ഭാരതമാതാവെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ലക്ഷക്കണക്കിനായ ജനങ്ങളാണ്. ആ ജനങ്ങളാണ് ഭാരതമാതാവ് എന്നാണ് നെഹ്റു പറഞ്ഞത്. ഈ ഇരിക്കുന്ന ജനഹൃദയങ്ങളും ജനകോടികളുമാണ് ഭാരതമാതാവ് എന്ന് നെഹ്റു കണ്ടു, പ്രസംഗിച്ചു, ജനങ്ങളോട് ഉദ്ബോധിപ്പിച്ചു. പക്ഷേ ഇന്ന് പുതിയൊരു സങ്കല്പം, ഭാരതമാതാവിനെ പറ്റി പുതിയൊരു സങ്കല്പം ആവിഷ്കരിച്ചിരിക്കുകയാണ്. ആദ്യം നമ്മൾ കണ്ടതെന്താണ്? അഫ്ഗാനിസ്ഥാനും ചൈനയുടെ ഏതാനും ഭാഗങ്ങളും ശ്രീലങ്കയും നേപ്പാളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഭൂപടമാണ് ഭാരതമാതാവിൻ്റേതായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനൊരു ഭാരതമാതാവിനെ പറ്റി വേദങ്ങളിലോ പുരാണങ്ങളിലോ ഒന്നും ഒരു പരാമർശവും ഇല്ല ഭാരതമാതാവിനെ പറ്റി. ഭാരതം എന്ന് പറയുന്ന സങ്കല്പം പോലും പുരാണങ്ങളിൽ വളരെ വിചിത്രമാണ്. ഭാരതം എന്ന് പറയുന്നതിനകത്ത് ഉത്തരേന്ത്യ മാത്രമേ ഉണ്ടായുള്ളൂ. മനുസ്മൃതി മുതലായ സ്മൃതി ഗ്രന്ഥങ്ങളിൽ ഭാരതം എന്ന് പറയുന്ന സങ്കല്പത്തിൽ ഉത്തരേന്ത്യ മാത്രമേ ഉള്ളൂ. തന്നെയല്ല, ആര്യാവർത്തം എന്നാണ് ആ പ്രദേശത്തിന് മൊത്തം പറയുന്ന പേര്. എന്താണ് ആര്യാവർത്തത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥ? ചാതുർവർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ ജീവിക്കണമെന്ന് പറയുന്ന വർണ്ണാശ്രമ വ്യവസ്ഥയാണ് ആര്യാവർത്തത്തിൽ നിലനിൽക്കേണ്ടത് എന്നാണ് മനുസ്മൃതി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഭാരതം എന്ന് പറയുന്ന സങ്കല്പം? ഭരതവർഷം എന്നൊക്കെ പറയും, പക്ഷെ അപ്പോഴും ഉത്തരേന്ത്യ മാത്രമാണ്. ഇപ്പം ജംബുദ്വീപം എന്ന് പറയും. ഇപ്പം ജംബുദ്വീപം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു പ്രദേശമാണ്. തന്നെയല്ല, നോക്കൂ, ആധുനിക ഇന്ത്യയ്ക്ക് അതിർത്തിയുണ്ട്. ആധുനിക ഇന്ത്യ ആധുനികമായ ഇന്ത്യയുടെ ഭൂപടം നേപ്പാളിനെയും അഫ്ഗാനിസ്ഥാനെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒന്നല്ല. നമ്മുടെ വളരെ കൃത്യമായ രാജ്യാതിർത്തിയിലാണ് ദേശരാഷ്ട്ര ഭാവന നിലനിൽക്കുന്നത്. പക്ഷേ ഹിന്ദുത്വത്തിൻ്റെ ഈ ഭൂപടം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആധുനികമായ അതിർത്തി വ്യവസ്ഥകളെ പോലും വെല്ലുവിളിക്കുന്നതാണ്. കാരണം അതിനകത്ത് അഫ്ഗാനിസ്ഥാനുണ്ട്. ഇത് അഫ്ഗാനിസ്ഥാൻകാർ കണ്ടാൽ എന്ത് പറയും? ഞങ്ങളുടെ രാജ്യത്തെ നിങ്ങൾ പിടിച്ചെടുത്ത് നിങ്ങളുടെ ഭാഗമാക്കിയെന്ന് അഫ്ഗാനിസ്ഥാൻകാർ ചോദിക്കും. ശ്രീലങ്ക എന്ന് മുതലാണ് ഇന്ത്യയുടെ ഭാഗമായത്. ഇപ്പോൾ ഭാരതാംബയുടെ ചിത്രത്തിൽ നമ്മൾ നോക്കിയാൽ എന്ത് കാണാം? ശ്രീലങ്ക കാണാം. ശ്രീലങ്ക ഇന്ത്യയുടെ ഭാഗമാണ്. മ്യാൻമാർ, ഭൂട്ടാൻ ഇതൊക്കെ ഇന്ത്യയുടെ ഭാഗമായിട്ട് ചേർത്തിരിക്കുക. ഇതൊക്കെ എങ്ങനെയാണ് ഭാരതമാതാവാകുന്നത്? അതവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു കാര്യം, ഭാരതമാതാ സങ്കല്പത്തെ തുടർന്ന് വലിയ വിവാദം ഉണ്ടായപ്പോൾ ഇന്നലെ വളരെ പെട്ടെന്ന് ഭാരതമാതാവിൻ്റെ കയ്യിൽ ഹിന്ദുത്വ ശക്തികൾ പുറപ്പെടുവിച്ചിട്ടുള്ള ചിത്രത്തിൽ ത്രിവർണ്ണ പതാക കയ്യിൽ പിടിച്ചിരിക്കുന്ന ഭാരതമാതാവിനെ ഇന്നലെ മുതൽ നമ്മൾ കാണുന്നത്. വളരെ പെട്ടെന്നാണ് മാറ്റം ഉണ്ടാകുന്നത്. ഈ ത്രിവർണ്ണ പതാകയ്ക്കെതിരെ ഓർഗനൈസറിൽ ലേഖനം എഴുതിയ ആളുകളാണ് ഹിന്ദുത്വർ. ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയെ ബഹുമാനിക്കേണ്ടതില്ല, കാവിധ്വജത്തെ മാത്രം ബഹുമാനിക്കേണ്ടതുള്ളൂ എന്ന് ഓർഗനൈസറിലൂടെ ആളുകളെ ഉദ്ബോധിപ്പിച്ചവരാണ് ഹിന്ദുത്വവാദികൾ. ഇപ്പോൾ അവർക്ക് ഭാരതമാതാവിൻ്റെ കയ്യിൽ എങ്ങനെ ത്രിവർണ്ണ പതാക വന്നു? ഇനി അതൊരു വിഷയം, അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ചില പുരോഗമനവാദികൾ പറഞ്ഞ എന്താണ്? ത്രിവർണ്ണ പതാക വന്നതോടുകൂടി ഭാരതമാതാവ് സെക്കുലർ വൽക്കരിക്കപ്പെട്ടു, മതേതരവൽക്കരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ വഴിക്കുവാ. മന്ത്രി പ്രസാദിനെ പോലെയുള്ളവർ വിമർശനം ഉന്നയിച്ചതോടുകൂടി ഭാരതമാതാവ് സെക്കുലറായി. കാരണം ത്രിവർണ്ണ പതാക വന്നതോടുകൂടി ഭാരതമാതാവ് സെക്കുലറായി. ഞാൻ വളരെ ലളിതമായൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. തട്ടവിട്ട ഒരു സ്ത്രീ ഇങ്ങനെ ത്രിവർണ്ണ പതാകയുമായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയും അത് ഇന്ത്യയുടെ ഭൂപടത്തിൽ വെക്കുകയും ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ?
ഇതാണ് നമ്മളെ പുരോഗമനകാരികളെ പോലും പിടിമുറുക്കിയിരിക്കുന്ന. ഇന്ത്യയിൽ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ ഒരുതരം ഹിന്ദു മതേതരത്വമായിട്ടാണ് നമ്മുടെ സെക്കുലറിസം നിലനിൽക്കുന്നത്. എന്തുകൊണ്ട് ഹിന്ദു മതേതരത്വം എന്ന് ഞാൻ പറയാൻ കാരണം, അതായത് ഇതിഹാസ പുരാണ പാഠങ്ങളിൽ നിന്നും ഹൈന്ദവമായ സാമൂഹ്യ മൂല്യങ്ങളിൽ നിന്നും അതാണ് മതേതരത്വം എന്ന് ഉയർത്തിക്കാട്ടുക. അതാണ് ഇന്ത്യയുടെ മതേതരത്വം എന്ന് വ്യാഖ്യാനിക്കുകയും പറയുകയും ചെയ്യുക. അതല്ല സെക്കുലറിസം. അതിൻ്റെ പേര് സെക്കുലറിസം എന്നല്ല. അത് നിക്കി കെഡി എന്ന് പറയുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞൻ വിശേഷിപ്പിച്ചതുപോലെ മതഗ്രന്ഥങ്ങളിൽ നിന്നും ചില ആശയങ്ങൾ കണ്ടെടുത്ത് അതിൽ വിപ്ലവം ഉണ്ടെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ മതരാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണ് എന്നാണ് നിക്കി കെഡിയെപ്പോലുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ത്രിവർണ്ണ പതാക കൈപ്പിടിച്ചു എന്ന് പറഞ്ഞ് ഭാരതമാതാവ് എന്താകാൻ പോകുന്നില്ല, സെക്കുലർ ആകാൻ പോകുന്നില്ല. തന്നെയല്ല, ഈ ഭാരതമാതാവിനെ ഇങ്ങനെ കേരളത്തിൽ പോലും വ്യാപകമാക്കിയത് എങ്ങനെയാണ്? നമ്മുടെ സ്കൂളുകളിൽ, കേരളത്തിലെ സ്കൂളുകളിൽ സ്വാതന്ത്ര്യദിനത്തോടും റിപ്പബ്ലിക് ഡേയോടും അനുബന്ധിച്ച് നടക്കുന്ന ഘോഷയാത്രകളിൽ നമ്മൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണ്? അത് പരിശോധിച്ചാൽ മതി. എങ്ങനെയാണ് ഭാരതമാതാവ് നമ്മുടെ ഇടയിൽ സ്ഥാനം പിടിച്ചത്? സാരി ഉടുത്ത് കിരീടമൊക്കെ വെച്ച് ഭാരതമാതാവിനെ സ്കൂളുകളിലെ ഘോഷയാത്രയിൽ നമ്മുടെ ഭാഗമാക്കിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഹിന്ദുത്വം നമ്മുടെ ഇടയിൽ പ്രവേശിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ സ്കൂളുകളിലൂടെയൊക്കെ തന്നെ, സ്കൂളുകളിലെ ഘോഷയാത്രകളിലൂടെയാണ്. നാടുകളിലെ സാധാരണ ഗ്രാമ സ്കൂളുകളിൽ ഉള്ള ഘോഷയാത്രകളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഭാരതമാതാവെന്നും പറഞ്ഞ് ഒരു ദിവസം ഒരു കുട്ടിയെ സാരി ഉടുപ്പിച്ച് കിരീടം വെപ്പിച്ച് മാലയിട്ട് റോഡിലൂടെ നടത്തിക്കുക. പല ഘോഷയാത്രകളിലും ഈ ഹൈന്ദവ ബിംബങ്ങളാണ് നമ്മൾ കാണുക. ഝാൻസി റാണിയോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ആളുകൾ മാത്രമേ കാണത്തുള്ളൂ. ഞാൻ പലപ്പോഴും ഇത്തരം ഘോഷയാത്രകൾ കാണുമ്പോൾ അവരോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഇന്ത്യയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ നേതൃത്വം വഹിച്ച ഫാത്തിമ ബീവി എന്തുകൊണ്ടാണ് ഈ ഘോഷയാത്രയിൽ നിങ്ങൾ ഉൾപ്പെടുത്താത്തത് എന്ന് ചോദിക്കാറുണ്ട്. കാരണം ഫാത്തിമ ബീവി സെക്കുലർ അല്ല. ഫാത്തിമ ബീവി മതപരമായ അടയാളമായി മാറുകയും കുറി തൊട്ട് മാലയിട്ട് പൊട്ടും കുത്തി കയ്യിൽ ശൂലവും ധരിച്ച് നടക്കുന്ന ഭാരതമാതാവ് സെക്കുലർ, ഫാത്തിമ ബീവി അൺസെക്കുലർ. അപ്പോൾ ഇത് സൃഷ്ടിച്ചത് ഒരു സുപ്രഭാതത്തിൽ ഹിന്ദുത്വം വന്ന് പെട്ടെന്ന് തന്നെ ഒരു പുഷ്പം അർപ്പിക്കുന്ന പരിപാടിയല്ലിത്. ഇത് കേരളത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സെക്കുലർ എന്ന് പറയുന്ന ഗവൺമെൻറ്റുകൾ മാറി മാറി ഭരിച്ച കാലഘട്ടങ്ങളിലെല്ലാം ഈ ഭാരതമാതാവ് ഇങ്ങനെ തന്നെ ഇവിടെ കേരളത്തിൽ വിരാജിച്ചുകൊണ്ടിരിക്കുക. അന്നൊന്നും നമുക്ക് ഒരു എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ലല്ലോ. എന്താ എതിരഭിപ്രായം പ്രകടിപ്പിക്കാഞ്ഞത്? അപ്പോൾ ഈ കാര്യം നമ്മൾ പരിശോധിക്കാൻ സന്നദ്ധമാവണം എന്നുള്ളതാണ്. ഭാരതമാതാവ് പെട്ടെന്നൊന്നും അങ്ങനെ വെളിപ്പെട്ടതല്ല. നമ്മുടെ സമൂഹത്തിൽ ദൃശ്യമായും അദൃശ്യമായും അതിൻ്റെ ആശയാവലികൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വന്നാൽ, എല്ലാ ചോദ്യങ്ങളോടും പ്രാധാന്യത്തോടെ പ്രതികരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നെഹ്റുവിനെ പറ്റിയാണ്. അദ്ദേഹം തൻ്റെ ചോദ്യോത്തരവേളയിൽ ശ്രദ്ധാപൂർവം പങ്കെടുത്തുകൊണ്ട് പാർലമെൻറ്റിൽ മണിക്കൂറുകളോളം ചെലവഴിച്ച് അദ്ദേഹം സ്വയം മാതൃക കാട്ടിയിരുന്നു എന്ന് നെഹ്റുവിനെ പറ്റി ചരിത്ര പണ്ഡിതനായ രാമചന്ദ്ര ഗുഹ നിരീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രധാനമന്ത്രി എങ്ങനെയാണ്? ഇന്നത്തെ പ്രധാനമന്ത്രി മണിപ്പൂരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോഴും മണിപ്പൂരിലെ തീ, കലാപത്തിൻ്റെ തീ, ജനങ്ങളുടെ വ്യഥയുടെ തീ അണഞ്ഞിട്ടില്ല. കലാപങ്ങളും പ്രശ്നങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രശ്നം കേൾക്കാൻ തയ്യാറാവുന്നില്ല. നെഹ്റു തന്നെ പരിഹസിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും കാർട്ടൂണിസ്റ്റുകളും വിമർശകരും എഴുതണം, വരയ്ക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. വിമർശനങ്ങൾ തുടരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നമ്മുടെ പുതിയ പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ റേഡിയോ സംഭാഷണം പോലെ, ഫ്യൂഡൽ നാടുവാഴിയെ പോലെ ആജ്ഞാപിക്കുകയാണ്. നമ്മൾ പറയുന്നൊന്നും അദ്ദേഹം കേൾക്കില്ല, അദ്ദേഹം പറയുന്നില്ല നമ്മൾ കേട്ടോണം. ഈ രീതിയാണ് മൻ കി ബാത്ത്. ഇപ്പം നെഹ്റു ഇങ്ങനെ മൻ കി ബാത്ത് നടത്തുകയായിരുന്നില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം പാർലമെൻറ്റിൽ ഉണ്ടായിരിക്കുകയും ചോദ്യോത്തരവേളയിൽ ശ്രദ്ധാപൂർവം പങ്കെടുത്തുകൊണ്ട് പാർലമെൻറ്റിൽ മണിക്കൂറുകളോളം ചിലവഴിച്ച് സ്വയം മാതൃകയായൊരു വ്യക്തിയാണ് നെഹ്റു. കാരണം പാർലമെൻറ്റിൽ സ്വയം മാതൃകയാകുക എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത് ജനലക്ഷങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ പേറുന്ന, അത് പങ്കുവെക്കുന്ന, ജനങ്ങൾക്ക് സമൂലമായൊരു മാറ്റം വരുത്തേണ്ട ഇടമാണ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ പൊതുവെ നമ്മൾ പാർലമെൻറ്റിനെ പറ്റി, നിയമസഭയെ പറ്റിയൊക്കെ പറയുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നൊക്കെയാണ് പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ.
നമ്മുടെ ഭാഷാപരമായ പ്രയോഗങ്ങളിൽ പോലും എങ്ങനെയാണ് ഈ ഫ്യൂഡൽ നാടുവാഴിത്തം കടന്നു വരുന്നതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ. എന്താണ് ഈ ശ്രീകോവിലിൻ്റെ പ്രത്യേകത? ശ്രീകോവിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ബ്രാഹ്മണർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ആ പാർലമെൻറ്റും നിയമസഭയും ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാന്ന് പറഞ്ഞു പറയുന്നത് പോലൊരു അസംബന്ധം വേറെയില്ല. പാർലമെൻറ്റ് ആർക്കും പ്രവേശിക്കാവുന്നൊരു സ്ഥലമാണ്, ശ്രീകോവിൽ ആർക്കും പ്രവേശിക്കാവുന്ന സ്ഥലമല്ല. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നൊക്കെയുള്ള പരാമർശം ജനാധിപത്യ വിരുദ്ധമായൊരു പരാമർശമാണ്. ജനാധിപത്യത്തിൻ്റെ കേന്ദ്രമായ പാർലമെൻറ്റ് സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും കേന്ദ്രം അല്ല, ശ്രീകോവിലൊന്നുമല്ല. ശ്രീകോവിൽ ചില ഈ പൗരോഹിത്യ ബ്രാഹ്മണ്യത്തിന് പ്രവേശിക്കാവുന്നൊരിടം മാത്രമാണ്, അവിടെ എല്ലാവർക്കും പ്രവേശനം ഇല്ല. അതുകൊണ്ട് അത് നമ്മൾ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ സ്വയം മാതൃകയായൊരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ഓർക്കുമ്പോൾ വളരെ പ്രസക്തമാണ്. കാരണം ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഒരിക്കൽ പോലും മണിപ്പൂരിൽ പോയിട്ടില്ല, മണിപ്പൂരിലെ ജനങ്ങളുടെ ദുഃഖം നേരിട്ട് കണ്ടറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് പോകാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹം പോകാത്തത്? നമ്മൾ അന്വേഷിക്കേണ്ട വിഷയമാണ്. പഹൽഗാമിലൊരു ഭീകരാക്രമണം നടന്നു. ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയിലെത്തിയ പ്രധാനമന്ത്രി നേരെ പോയത് തെരഞ്ഞെടുപ്പിന് പ്രസംഗിക്കാനാണ്. അപ്പോൾ എന്താണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്? നെഹ്റു വർഗീയ ലഹളയെ തുടർന്നുണ്ടായ കലാപത്തിൽ അദ്ദേഹം നേരിട്ട് ഈ വർഗീയ ലഹള നടന്ന സ്ഥലത്തേക്ക് പോവുകയും ജനലക്ഷങ്ങളുടെ കണ്ണീരൊപ്പാൻ പ്രവർത്തിക്കുകയുമാണ് ചെയ്തത്. അപകടകരമാണ് ഈ സിറ്റുവേഷൻ എന്ന് നെഹ്റുവിനോട് പലരും പറഞ്ഞു. അദ്ദേഹം അത് കേട്ടില്ല. അദ്ദേഹം ജനങ്ങളുടെ ചോരയും കണ്ണുനീരും ഒപ്പാനായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് നെഹ്റുവിൻ്റെ മഹത്തായ സംഭാവന. അങ്ങനെയാണ് അദ്ദേഹം സ്വയം മാതൃകയായി മാറിയത്. ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിമാരുമായി മാസാമാസം അദ്ദേഹം കത്തുകളിലൂടെ ചർച്ച നടത്തി. നിരന്തരം കത്തുകൾ എഴുതി. 500-ലധികം പേജുകളുള്ളതാണ് ആ കത്തുകളെല്ലാം. 500 ആ കത്തുകളൊക്കെ നമ്മളിന്ന് വായിക്കേണ്ടതാണ്. ആ കത്തുകൾ മുഖ്യമന്ത്രിമാർക്ക് എഴുതിയ നെഹ്റുവിൻ്റെ കത്തുകൾ. ഇന്ന് അത്ര കത്ത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാർക്ക് എഴുതുന്നുണ്ട്? ഒള്ളി മൻ കി ബാത്ത്, സംവാദമില്ല. കത്തെഴുതിയാൽ ചർച്ച വരുമല്ലോ. മൻ കി ബാത്തിൽ എന്തില്ല? സംവാദങ്ങളില്ല, ഒരാൾ മാത്രം പറയുന്നതാണ്. അത് ഈ പ്രാചീന ഗുരുകുല സമ്പ്രദായത്തിൻ്റെ ഒരു രീതിയാണ്. ഗുരു ഇങ്ങനെ മുകളിലിരിക്കും, ശിഷ്യന്മാരോട് പറയും, ശിഷ്യന്മാർ എതിരഭിപ്രായം ഇല്ലാതെ അത് കേൾക്കണം. ഇതാണ് മൻ കി ബാത്ത്. എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ അത് ധർമ്മസൂത്രങ്ങളിലെ ഗുരുകുല സങ്കല്പങ്ങളിൽ നിന്നാണ് മൻ കി ബാത്ത് എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ ഉത്ഭവ കേന്ദ്രം. വേദങ്ങളെപ്പറ്റി പറയുന്നത് ശ്രുതി ഇത്യാമ്നായ. ശ്രുതി, വേദങ്ങളെ പറയുന്ന ഒരു ശ്രുതി എന്ന. എന്തുകൊണ്ടാണ് ശ്രുതി എന്ന് പറഞ്ഞാൽ? ശ്രുതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാഗുണ്ട്, മൗഖിക പാരമ്പര്യമാണ്. വാഗുണ്ട് ചൊല്ലി ചൊല്ലി ജനങ്ങൾക്കിടയിലേക്ക് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. എന്നുവെച്ചാൽ ഗുരുസ്ഥാനീയൻ തൻ്റെ ശിഷ്യന് ഉപദേശിക്കുകയാണ്, ശിഷ്യൻ അടുത്ത ആൾക്ക് ഉപദേശിക്കുകയാണ്. അവിടുന്ന് ഇങ്ങോട്ടില്ല, ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒഴുക്ക് മാത്രമേ ഉള്ളൂ. ഇതുപോലെയാണ് മൻ കി ബാത്ത്. മൻ കി ബാത്ത് എങ്ങനെയാണ്? ഈ ശ്രുതി പാരമ്പര്യം പോലെ ഇങ്ങനെ ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് കൈമാറുക. തിരിച്ച് ആ പറയുന്ന ആൾ ഈ വിമർശനങ്ങൾ കേൾക്കണമല്ലോ. അത്തരൊരു വിമർശനം ഇല്ല എന്നുള്ളതാണ്. 1952 തെരഞ്ഞെടുപ്പ് കാലത്ത് പണ്ഡിറ്റ് നെഹ്റു സിന്ദാബാദ് എന്ന് ജനങ്ങൾ ആർത്ത് വിളിച്ചപ്പോൾ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം വിളിക്കാനാണ് നെഹ്റു ആവശ്യപ്പെട്ടത്. പക്ഷേ ഇന്നെന്താണ്? പണ്ഡിറ്റ് നെഹ്റു സിന്ദാബാദ് എന്ന് 1952 തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിളിച്ചപ്പോൾ പണ്ഡിറ്റ് നെഹ്റു സിന്ദാബാദ് എന്നല്ല വിളിക്കേണ്ടത്, ജയ് ഹിന്ദ് എന്നാണ് വിളിക്കേണ്ടത് എന്ന് നെഹ്റു ഉദ്ബോധിപ്പിച്ചു. പക്ഷേ പുതിയ കാലത്തെ ഒരു പ്രധാനമന്ത്രി എങ്ങനെയാണ്? അദ്ദേഹം വിശിഷ്ട ജന്മമാണ് എന്നും അദ്ദേഹം സാധാരണ മനുഷ്യർക്ക് ജനിച്ചതല്ല, ദിവ്യഗർഭത്തിലൂടെ ഉണ്ടായ ആളാണെന്ന് പറഞ്ഞ് താനൊരു ദിവ്യ പുരുഷനാണെന്ന് ജനങ്ങളോട് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിത്തീരുക. ലജ്ജയില്ലാതെ ജനങ്ങളോട് പറയുക. എത്രമാത്രം അശാസ്ത്രീയമാണ് നോക്കൂ. ഈ കൗരവരെല്ലാം കുടത്തിൽ നിന്ന് വന്നെന്ന് വിശ്വസിക്കുന്ന ഒരു നാട്ടിൽ ഒരു പ്രധാനമന്ത്രി അങ്ങനെ പറയുന്ന ഒരു അത്ഭുതമില്ല, ഒരത്ഭുതവും ഇല്ല. അതൊക്കെ വിശ്വസിക്കുന്നവരായിട്ട് ഇന്ത്യക്കാർ മാറിത്തീരുമെന്നുള്ളതാണ്. വിഗ്രഹങ്ങൾ വിയർക്കുമെന്നും വിഗ്രഹങ്ങളിൽ നിന്ന് പാല് പുറത്തോട്ട് ഒഴുകുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവരല്ലേ ഇന്ത്യക്കാർ. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രധാനമന്ത്രിയും താനൊരു ദിവ്യഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന ആളാണെന്ന് പറഞ്ഞാൽ അതും ഇന്ത്യക്കാർ വിശ്വസിക്കണം. കാരണം ഗണപതിയുടെ വിഗ്രഹത്തിൽ നിന്ന് പാല് പുറത്തോട്ട് ഒഴുകിയെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇത് വിശ്വസിക്കാൻ എന്താ പ്രയാസം? എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഒരു പ്രയാസവും ഇല്ല. ഇങ്ങനെയാണ് കാര്യങ്ങൾ. പ്രസിദ്ധ കാർട്ടൂണിസ്റ്റായ ആർ കെ ലക്ഷ്മൺ 1956 നെഹ്റുവിനെ ചിത്രീകരിക്കുന്നത്
നിരവധി വാദ്യോപകരണങ്ങൾ ഒരേ സമയം വായിക്കുന്ന ഒരാളായിട്ടാണ്. വലത്തെ കയ്യിൽ തബല, ഇടത്തെ കയ്യിൽ ഫ്രഞ്ച് ഹോൺ, തോളിൽ ചേർത്ത് വെച്ചിരിക്കുന്ന സിത്താർ, പാദങ്ങളോട് ചേർത്ത് ഇലത്താളം, ഇതിനൊക്കെ പുറമെ വായിലൊരു കുഴലും. ഇങ്ങനെയാണ് നെഹ്റുവിനെ 1956 RK ലക്ഷ്മൺ ചിത്രീകരിച്ചത്. എന്തായിരുന്നു ഇതിൻ്റെയൊക്കെ അർത്ഥം? സംഗീതോപകരണങ്ങളുടെ മേൽ വിവിധ വകുപ്പുകളുടെ പേര് എഴുതിയിട്ടുണ്ട്. അതാണ് ആ കാർട്ടൂണിൻ്റെ പ്രത്യേകത. ഏതൊക്കെയാണ് ആ വകുപ്പുകൾ? ധനകാര്യം, വിദേശകാര്യം, കോൺഗ്രസിൻ്റെ സംഘടനാകാര്യം, സംസ്ഥാന പുനഃസംഘാടന മിഷൻ. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. നെഹ്റുവിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം അടിത്തട്ട് ജനവിഭാഗങ്ങളോട് ഇടപെട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. വർത്തമാനകാലത്ത് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും അതുതന്നെയാണ്. അടിത്തട്ടിൽ പ്രവർത്തിക്കാതിരിക്കുന്നത് മൂലമുള്ള പ്രതിസന്ധി വർത്തമാനകാലത്ത് നേരിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജനാധിപത്യ വ്യവസ്ഥയിൽ നിന്നും സംഘടന അകലുകയും ജനങ്ങളിൽ നിന്ന് അകലുന്നതോടുകൂടി രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ സമ്പൂർണ്ണമായി അകലുകയും ഒരു വിച്ഛേദം സംഭവിക്കുകയും അതുവഴി ശക്തമായൊരു പ്രതിപക്ഷവും ശക്തമായ ഭരണക്രമവും ഉണ്ടാകുന്നതിനുള്ള സാധ്യത പോലും ഇല്ലാതാകുന്ന രീതിയിൽ കാര്യങ്ങൾ മാറി മറിയുന്നു എന്നുള്ളതാണ്. ഒരു പൊതു തെരഞ്ഞെടുപ്പ് പോലും ഇല്ലാത്ത കാലത്താണ് നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ ജനാധിപത്യവൽക്കരിച്ചത് നെഹ്റുവാണ് എന്നുള്ളതാണ്. ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ തന്നെ നെഹ്റു പറഞ്ഞു, അടിസ്ഥാനപരമായ സംഘർഷം മതേതര വർഗീയ ശക്തികൾക്കിടയിലാണെന്നും വർഗീയതയാണ് ദേശീയ ഐക്യത്തിൻ്റെ ശത്രുവെന്നും നെഹ്റു നിരീക്ഷിച്ചു. ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അടിസ്ഥാനപരമായ സംഘർഷം രണ്ട് ശക്തികൾ തമ്മിലാണ്, മതേതര ശക്തികളും വർഗീയ ശക്തികൾ തമ്മിലും. വർഗീയതയാണ് ദേശീയ ഐക്യത്തിൻ്റെ ശത്രു എന്ന് നെഹ്റു നിരീക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞു, വെറുതെ വിട്ടാൽ വർഗീയത ഇന്ത്യയെ ഛിന്ന ഭിന്നമാക്കും. വെറുതെ വിട്ടാൽ വർഗീയത ഇന്ത്യയെ ഛിന്ന ഭിന്നമാക്കും. അതാണ് നമ്മൾ മണിപ്പൂരിൽ കണ്ടത്. രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കുകയാണ്. രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്നു. മണിപ്പൂരിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. കാശ്മീരിന് ചില പ്രത്യേക പുതിയ സംവിധാനം കൊണ്ടുവന്നു. കാശ്മീരിൻ്റെ ഭരണഘടനാ പദവി എടുത്തു കളഞ്ഞു. എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? പഹൽഗാം സംഭവം തെളിയിക്കുന്ന എന്താണ്? ഒരു മാറ്റം ഉണ്ടായില്ലെന്നാണ്. അവിടുത്തെ കാശ്മീരിലെ ജനങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടായോ? ഉണ്ടായില്ല. പിന്നെന്താണ് മാറ്റം ഉണ്ടായത്? ഒരു മാറ്റം ഉണ്ടായില്ല. മാറ്റം എന്ന വാക്കിന് പോലും മാറ്റമില്ല. അദ്ദേഹം പറഞ്ഞു, സംശയലേശമന്യേ നമുക്കൊന്ന് വ്യക്തമാക്കാം, മരണം വരെയും നാം ഒരു മതേതര രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളും. സംശയലേശമന്യേ നമുക്കൊന്ന് വ്യക്തമാക്കാം, മരണം വരെയും നാം ഒരു മതേതര രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളും. അപ്പോൾ ഇന്ത്യയെ ഒരു സെക്കുലർ ദേശരാഷ്ട്രമായി ഭാവന ചെയ്യുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പ് കൊണ്ടുവന്നുള്ളതാണ്. ഇപ്പോൾ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ വിഷയം എന്താണ്? ഇപ്പോൾ പൊതു തെരഞ്ഞെടുപ്പിൽ പച്ചയ്ക്ക് വർഗീയത പറയുകയും മുസ്ലിങ്ങൾക്കെതിരെ ക്രിസ്ത്യാനികൾക്കെതിരെ വ്യാപകമായ വിദ്വേഷ പ്രചാരണങ്ങളാണ് അഴിച്ചുവിടുന്നത്. രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ തങ്ങൾ കൊണ്ടുവന്ന വികസനത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് നൽകിയ ക്ഷേമത്തെ സംബന്ധിച്ച് പറയുന്നതിന് പകരം എന്താണ് പറയുന്നത്? നെഹ്റുവിനെ ഇപ്പോഴും കുറ്റം പറയുക. നെഹ്റുവിനെ കുറ്റം പറയുക, മുസ്ലിങ്ങളെ കുറ്റം പറയുക, ക്രിസ്ത്യാനികളെ കുറ്റം പറയുക, ദളിതരുടെ സംവരണമെല്ലാം അടിച്ചു മാറ്റുന്നത് മുസ്ലിങ്ങളാണെന്ന് പറയുക. ഇങ്ങനെ പച്ചയ്ക്ക് വർഗീയതയും വിദ്വേഷ പ്രചാരണം അഴിച്ചുവിടുക. പക്ഷേ ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അന്ന് തന്നെ വളരെ ശക്തമായി പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ ഭാവന ചെയ്യുകയും ആ ക്ഷേമരാഷ്ട്ര സങ്കല്പം അടിസ്ഥാനപരമായി വർഗീയതയിൽ നിന്നും മുക്തമായ ഒന്നായിരിക്കണമെന്ന് ജനലക്ഷങ്ങളോട് അഭിസംബോധന ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ജനാധിപത്യത്തെ നെഹ്റു ഇങ്ങനെ നിർവചിച്ചു, അന്തിമ വിശകലനത്തിൽ അത് നിങ്ങളുടെ അയൽക്കാരനോട്, എതിരാളിയോട് നിങ്ങൾ പുലർത്തുന്ന ചിന്താരീതിയാണ്, പ്രവർത്തന രീതിയാണ്, പെരുമാറ്റ രീതിയാണ് എന്ന് ജനാധിപത്യത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞു. എന്താണ് ജനാധിപത്യം? ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ അയൽക്കാരനോട്, നമ്മുടെ എതിരാളിയോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതിൻ്റെ പേരാണ് ജനാധിപത്യം. ഡോക്ടർ ബി ആർ അംബേദ്കർ ജനാധിപത്യത്തെ നിർവചിക്കുന്നുണ്ട്. അംബേദ്കർ പറഞ്ഞു, സാഹോദര്യത്തിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം. യഥാർത്ഥത്തിൽ ഡോക്ടർ അംബേദ്കർ മുന്നോട്ട് വെച്ച മൈത്രി എന്ന് പറയുന്ന ആശയത്തിൻ്റെ തിളങ്ങുന്ന രൂപം നെഹ്റുവിൻ്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നതായിട്ട് നമുക്ക് കാണാം. അതാണ് സാഹോദര്യത്തിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം എന്ന് പറയുമ്പോൾ അടുത്തിരിക്കുന്ന ഒരാളോട് നമ്മുടെ അയൽക്കാരനോട് ഒക്കെ തന്നെ ഒരു സഹജീവന വ്യവസ്ഥയിൽ ഏർപ്പെടാൻ ജനാധിപത്യം നമ്മളോട് ആവശ്യപ്പെടുന്നു.
ജനാധിപത്യം സാഹോദര്യം ആവശ്യപ്പെടുന്നു എന്നതിൻ്റെ അർത്ഥം സാഹോദര്യം പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? സമൂഹത്തിൽ സമത്വം വേണം. സമത്വം ഉണ്ടെങ്കിൽ മാത്രമേ സമൂഹത്തിൽ എന്തുണ്ടാവൂ? സാഹോദര്യം ഉണ്ടാകത്തുള്ളൂ. ആ സമത്വം എങ്ങനെ വരും? ആ സമത്വം വരണമെങ്കിൽ രാജ്യത്ത് നിന്നും പട്ടിണിയും ദാരിദ്ര്യവും അസമത്വവും വിപാടനം ചെയ്യണം. സമൂഹത്തിൽ നിന്നും ഉച്ചാടനം ചെയ്താൽ മാത്രമേ, അസമത്വ വ്യവസ്ഥയെ ഉച്ചാടനം ചെയ്താൽ മാത്രമേ സമൂഹത്തിൽ എന്ത് കൈവരൂ? സാഹോദര്യം കൈവരൂ. എങ്ങനെയാണെന്ന് വിശദമാക്കാം. രണ്ട് തുല്യർക്കിടയിൽ മാത്രമേ എന്ത് നിലനിൽക്കൂ? സാഹോദര്യം നിലനിൽക്കത്തുള്ളൂ. കുറഞ്ഞ ഒരാൾക്ക് കൂടിയ ഒരാൾ നൽകുന്ന ഏതെങ്കിലും ദാനത്തിൻ്റെ പേര് ഒരു ഫ്യൂഡൽ നാടുവാഴി കാലഘട്ടത്തിൽ രാജാവ് പ്രജയോട് ചെയ്യുന്ന സമീപനം മാത്രമാണ്. പക്ഷെ സാഹോദര്യം അതല്ല. സാഹോദര്യം ഇല്ലാത്ത ഒരാൾക്ക് ഉള്ള ഒരുവൻ കൊടുക്കുന്നതിൻ്റെ പേരല്ല സാഹോദര്യം. സാഹോദര്യം എന്ന് പറയുന്നത് തുല്യ മനുഷ്യർക്കിടയിൽ നടക്കേണ്ട കൈമാറ്റ പ്രക്രിയയാണ് സാഹോദര്യം. നമ്മളെ അടിസ്ഥാനപരമായി ഇന്ത്യക്കാർ ഇപ്പോഴും ആ സാഹോദര്യത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കേണ്ട എന്തോ ഒന്നിൻ്റെ പേരാണ് സാഹോദര്യം എന്ന് നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, സമൂഹത്തെ തുല്യതയിലേക്ക് നയിക്കുക എന്നുള്ളതും സമൂഹത്തെ സമത്വപരമായി അഴിച്ചു പണിയുന്നതിലൂടെ മാത്രമേ നമുക്ക് സമൂഹത്തിൽ എന്ത് കൊണ്ടുവരാൻ കഴിയൂ? സാഹോദര്യം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതാണ് നെഹ്റു പറഞ്ഞത്, നിങ്ങളുടെ അയൽക്കാരനോട്, എതിരാളിയോട് നിങ്ങൾ പുലർത്തുന്ന ചിന്താരീതിയാണ്, പ്രവർത്തന രീതിയാണ്, പെരുമാറ്റ രീതിയാണ് ജനാധിപത്യം എന്ന് നെഹ്റു പറഞ്ഞത്. ഗുജറാത്തിലെ കലാപം ഈ പ്രവർത്തന രീതിക്കെതിരായിരുന്നു. ഗുജറാത്തിൽ നിന്നും മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്തതിലൂടെ വംശഹത്യക്കാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വവാദികൾ നേതൃത്വം നൽകിയത്. അത് അയൽക്കാരനോട് എങ്ങനെ പെരുമാറണം എന്ന് പറയുന്നില്ല. അയൽക്കാരനോട് ഹിംസാത്മകമായ രീതിയിൽ പെരുമാറാൻ ഹിന്ദുത്വം ആവശ്യപ്പെടുന്നു. യഥാർത്ഥത്തിൽ നെഹ്റുവിൻ്റെ ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പം അയൽക്കാരനോട്, എതിരാളിയോട് പോലും മൈത്രിയോടെ സഹവസിക്കാൻ നെഹ്റുവിൻ്റെ ഇന്ത്യ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഭരണഘടനയുടെ അന്തസത്തയായ ഫെഡറൽ സംവിധാനത്തെ നെഹ്റു വളർത്തിയെടുത്തു. സംസ്ഥാനങ്ങൾക്ക് യഥാർത്ഥ അധികാരം നിലനിർത്താൻ ആ വ്യവസ്ഥാക്രമത്തിന് കഴിഞ്ഞു. അപ്പോൾ പോലും ഒരു വിമർശനമുള്ളത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിട്ടത് സംബന്ധിച്ച വിമർശനം അവിടെ അവശേഷിക്കുകയും ചെയ്യും. അതൊരു അപവാദമായി ഇരിക്കെ പോലും സംസ്ഥാനങ്ങൾക്ക് യഥാർത്ഥ അധികാരം നിലനിർത്താൻ ഫെഡറൽ സംവിധാനത്തിൻ്റെ അന്തസ്സത്തെ കൂടുതൽ മുന്നോട്ടെടുക്കാൻ നെഹ്റു വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് ഫെഡറൽ സംവിധാനത്തെ സമ്പൂർണ്ണമായി അട്ടിമറിച്ചുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം കടന്നു വരുന്നു, GST എന്ന് പറയുന്ന സമ്പ്രദായം കടന്നു വരുന്നു. ഇങ്ങനെ വ്യത്യസ്ത സമ്പ്രദായങ്ങളിലൂടെ നമ്മുടെ ഫെഡറൽ വ്യവസ്ഥയെ തന്നെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കുഴപ്പം? ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ ഒരു മതേതര ദേശരാഷ്ട്രത്തിൻ്റെ സങ്കല്പമാണ് വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത്. ആ വിദ്യാഭ്യാസ നയം എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കണം, എല്ലാ മനുഷ്യരെയും പരിഗണിക്കുന്ന ഒന്നായിരിക്കണം ആ വിദ്യാഭ്യാസ നയം. പക്ഷേ നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എന്താണ് കാണുന്നത്? നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ജോഗ്രഫിയെ പറ്റിയൊരു ഭാഗമുണ്ട്. ആ ജോഗ്രഫിയെ പറ്റിയുള്ള ഭാഗത്തിൽ എന്തില്ല? ഇന്ത്യയുടെ മുഴുവൻ ദേശരാഷ്ട്രവും ഇല്ല. അവിടെ കൈലാസം, ഗോവർദ്ധനം ഇങ്ങനെയുള്ള കുറച്ച് പർവ്വതങ്ങളുടെ പേര് മാത്രമേ ഉള്ളൂ. ജോഗ്രഫി കഴിഞ്ഞു. പാഠപുസ്തകത്തിൽ സംസ്കൃതത്തിൻ്റെ ആധിക്യം, സംസ്കൃത സംബന്ധിയായ ആശയാവലികൾക്ക് വലിയ പ്രാധാന്യം ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. മറ്റ് ജനവിഭാഗങ്ങളുടെ വിശ്വാസങ്ങൾക്കോ അവരുടെ സംസ്കാരങ്ങൾക്കോ യാതൊരു പ്രാധാന്യവും പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നൽകുന്നില്ല എന്നുള്ളതാണ്. നെഹ്റു വിദ്യാഭ്യാസത്തെ കണ്ടത് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒന്നായിട്ടാണ്. ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒന്നായിരിക്കണം വിദ്യാഭ്യാസം എന്നാണ് നെഹ്റു പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ വിദ്യാഭ്യാസ നയത്തിൻ്റെ കുഴപ്പം എന്താണ്? വളരെ ചെറുപ്പം മുതലേ തന്നെ തൊഴിൽ പഠിപ്പിക്കണമെന്നുള്ള രീതിയിൽ വിദ്യാഭ്യാസ നയത്തിലേക്ക് തൊഴിൽ കൊണ്ടുവന്നതിലൂടെ എപ്പോൾ വേണമെങ്കിലും ആളുകൾക്ക് ഇറങ്ങിപ്പോകാവുന്ന രീതിയിലുള്ള, അതായത് ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പപ്പ് ആകാവുന്ന രീതിയിൽ ആ വിദ്യാഭ്യാസ നയം പുനരവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഹിന്ദുത്വവാദത്തിൻ്റെ, ചാതുർവർണ്ണയത്തിൻ്റെ പുനരവതരണമാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത്. അത് നിർബന്ധിത വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംഗതിയുണ്ട്. ആ നിർബന്ധിത വിദ്യാഭ്യാസം
അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നെഹ്റു വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ദർശനം. പക്ഷേ പുതിയ വിദ്യാഭ്യാസ നയം, മോദിയുടെ വിദ്യാഭ്യാസ നയം എന്താണ് പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. ചാതുർവർണ്ണയത്തിൻ്റെ കാലത്ത് ഉള്ളവർ പഠിക്കുക, ഇല്ലാത്തവർ പഠിക്കേണ്ട, പുറന്തള്ളപ്പെടുന്നവർ പുറന്തള്ളപ്പെട്ടോട്ടെ എന്ന് പറയുന്നൊരു സമീപനം അതിൽ അന്തർഭവിക്കുന്നു എന്നുള്ളതാണ്. തന്നെയല്ല, സേനയുടെ ജനാധിപത്യവൽക്കരണം എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് സവർണ ഒളിഗാർക്കി പിടിമുറുക്കുന്നത്? സവർണ ഒളിഗാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ മാത്രം രാജ്യഭരണത്തെ, സംസ്ഥാന ഭരണത്തെ, നിയമസഭകളെയൊക്കെ നിയന്ത്രിക്കുന്ന പ്രതിഭാസത്തിൻ്റെ പേരാണ് സവർണ ഒളിഗാർക്കി എന്ന് പറയുന്നത്. ഒളിഗാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരുക്കം ചില ആളുകളുടെ ഭരണത്തിൻ്റെ പേരാണ് ഒളിഗാർക്കി. അപ്പോൾ സവർണ ഒളിഗാർക്കി എന്ന് പറയുന്നത് എന്താണ്? ചുരുക്കം വരുന്ന സവർണരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒന്നാണ് സവർണ ഒളിഗാർക്കിക്കൽ ഭരണം. ഇതാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തും കേരളത്തിൽ പോലും നിലനിൽക്കുന്നത്. നോക്കൂ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഹിന്ദുത്വ ഭരണകൂടത്തിൽ ഒരു മുസ്ലിം മന്ത്രിയെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ടാണ്? ഒരു വലിയ ജനവിഭാഗം മുസ്ലിങ്ങൾ വസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷേ നമ്മുടെ രാജ്യത്ത് മുസ്ലിമായിട്ട് ഒറ്റ മന്ത്രി പോലും ഇല്ല. മുസ്ലിമായ ഒരു മന്ത്രി പോലും ഇന്ത്യ മഹാരാജ്യത്തില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. ഇതാണ് ജനാധിപത്യവൽക്കരണം സമസ്ത രംഗങ്ങളിലും നടക്കണമെന്ന് പറഞ്ഞത്. സേനയുടെ ജനാധിപത്യവൽക്കരണത്തെ സംബന്ധിച്ച നെഹ്റുവിൻ്റെ നിരീക്ഷണവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനപഥവും ഈ നിലയ്ക്ക് പരിശോധിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം നാനാഭാഗങ്ങളിൽ നിന്നും വിവിധ സാമൂഹിക വിഭാഗങ്ങളിൽ നിന്നും ആളുകളെ ചേർത്ത് വൈവിധ്യമാർന്ന സ്വഭാവം ഇന്ത്യൻ സൈന്യത്തിനുണ്ടാവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. യുദ്ധം ചെയ്യുവാൻ കഴിയുന്ന ആളുകളെ മാത്രമല്ല സൈന്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. കാരണം യുദ്ധം ചെയ്യുന്ന പാരമ്പര്യത്തിൽപ്പെട്ട ചില ആളുകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്ന സമീപനമായിരുന്നില്ല നെഹ്റു സ്വീകരിച്ചത്. പകരം അദ്ദേഹം എന്ത് ചെയ്തു? വിവിധ ജാതികളിലും മതങ്ങളിലുമുള്ള ആളുകൾ ഉൾപ്പെടുന്ന ഒന്നായിട്ട് നെഹ്റു സേനയെ കണ്ടു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം? നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു എന്ന് വിചാരിക്കുക. ആ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കുമ്പളം പോലീസ് സ്റ്റേഷൻ തന്നെ എടുത്ത് പരിശോധിക്കാം, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ പരിശോധിക്കാം. ആ പോലീസ് സ്റ്റേഷനുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ പോലീസ് സ്റ്റേഷൻ സവർണർ മാത്രമുള്ളൊരു പോലീസ് സ്റ്റേഷനാണെങ്കിൽ, അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും അവിടുത്തെ പാറാവുകാരും എല്ലാം സവർണരാണെങ്കിൽ, ഒരു മുസ്ലിമിനോ ഒരു ദളിതനോ ആ പോലീസ് സ്റ്റേഷനിൽ നീതി കിട്ടാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരു സാധ്യതയും അവശേഷിക്കുന്നില്ല. കേരളത്തിലാണ് നമ്മൾ കണ്ടത്, ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീ മണിക്കൂറുകളോളം വെള്ളം പോലും കിട്ടാതെ പോലീസ് സ്റ്റേഷനിൽ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. വെള്ളം ചോദിച്ചപ്പോൾ ബിന്ദുവിനോട് പറഞ്ഞെന്താണ്? ബിന്ദുവിനോട് പറഞ്ഞത് കക്കൂസിലെ വെള്ളം കോരി കുടിച്ചോളാനാണ് പറഞ്ഞത്. ഈ രീതിയിലാണ്. കേരളത്തിൽ നമ്മൾ വിചാരിക്കും മുസ്ലിങ്ങളെല്ലാം വളരെ സുരക്ഷിതരാണെന്നൊക്കെയുള്ള ധാരണ കേരളത്തിലെ മുസ്ലിങ്ങൾ ചിലപ്പോൾ വെച്ചു പുലർത്താൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ആ ധാരണയൊക്കെ വളരെ തെറ്റാണ് കേട്ടോ. ഇതിൻ്റെ അടുത്താണല്ലോ ഈ കളമശ്ശേരിയിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നപ്പോൾ നമ്മുടെ പുരോഗമനകാരികളെല്ലാം പ്രാർത്ഥിച്ചത്, അതിലെ പ്രതി ഒരു മുസ്ലിം ആയിരിക്കരുതേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഏതെങ്കിലും കേസിൽ ഒരു മുസ്ലിം പ്രതിയായാൽ എന്താ പ്രശ്നം? എല്ലാവരും പ്രതിയാകുന്നത് പോലെയുള്ളൂ മുസ്ലിമും പ്രതിയാകുന്നത്. പക്ഷേ മുസ്ലിം പ്രതിയായാൽ ഒരു പ്രത്യേക കാര്യം സംഭവിക്കും കേരളത്തിൽ. മുസ്ലിങ്ങൾ മൊത്തം, ആ തെറ്റ് ചെയ്ത മുസ്ലിം മാത്രമല്ല, മുഴുവൻ മുസ്ലിങ്ങളും കുറ്റവാളികളായിട്ട് മാറും. ഇത് തന്നെയാണ് ദളിതരുടെ അവസ്ഥ. വിനായകനോ വേടനോ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് ദളിതർ മൊത്തം കുറ്റവാളികളായിട്ട് മാറ്റിയെടുക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകും. നോക്ക്, നമ്മൾ മറ്റൊരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ട. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം, സാഹിത്യ യുദ്ധം എന്നാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത്. അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടി. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടിയപ്പോൾ ഇന്ദു മേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്, സാഹിത്യത്തിന് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വലിയ വിപര്യം സംഭവിച്ചിരിക്കുന്നു. റാം കെയർ ഓഫ് ആനന്ദിക്ക് യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് യുവ ബിസിനസ്സുകാരനുള്ള അവാർഡാണെന്നാണ് കൽപ്പറ്റ നാരായണൻ മാഷ് പറഞ്ഞത്. ഇത് കേട്ടാൽ തോന്നും ഇതുവരെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം കിട്ടിയ നോവലുകളും പുസ്തകങ്ങളും എല്ലാം മഹത്തായ സാഹിത്യകൃതികളാണെന്ന് നമുക്ക് തോന്നും. നമ്മൾ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ആളുകൾക്ക് വരെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം റാം കെയർ ഓഫ് ആനന്ദി മഹത്തായ കൃതിയാണെന്ന് വാദിച്ചുറപ്പിക്കാനുള്ള ശ്രമമല്ല ഇത്. മറിച്ച്
ചില കാര്യങ്ങളിൽ കേരളീയർക്ക് പ്രത്യേക അജണ്ടയുണ്ട്. മലയാളി എഴുത്തുകാർക്കും മലയാള സാംസ്കാരിക നായർക്കും ചില നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കേരളത്തിലാണല്ലോ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വലിയൊരു സാമൂഹ്യ അനീതി നടക്കുന്നത്. കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പറയുന്ന ജാതിക്കോട്ടകൾ. സച്ചിദാനന്ദൻ മാഷ് കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ, അദ്ദേഹം ഒരു എയ്ഡഡ് കോളേജിൽ അധ്യാപകനായിരുന്നു. ഇങ്ങനെ എയ്ഡഡ് കോളേജ് അധ്യാപകരായിട്ടുള്ള ഒരുപാട് സാഹിത്യ നായകന്മാരുണ്ട്. പക്ഷെ അവരാരും കേരളത്തിൽ നടക്കുന്ന എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ദളിത് ആദിവാസി പുറന്തള്ളൽ ഹിംസയെപ്പറ്റി ഒരക്ഷരവും മിണ്ടത്തില്ല. അപ്പോൾ ചിലരുടെ വിലാപം ചില പ്രത്യേക അജണ്ടയോടുകൂടിയുള്ളതാണ് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ചില പ്രത്യേക അജണ്ടയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ മലയാള ഭാഷയ്ക്ക് റാം കെയർ ഓഫ് ആനന്ദിക്ക് അവാർഡ് കിട്ടിയതുകൂടെ മലയാള സാഹിത്യം അങ്ങനെ തകർന്നിട്ടൊന്നുമില്ല. അങ്ങനെ തകരുവാണെങ്കിൽ തകരട്ടെന്ന് എന്തിനു പിടിച്ചു വെക്കണം? തകരുന്നൊക്കെ സ്വയം തകരാൻ അനുവദിക്കണം. അതല്ലേ അതിൻ്റെ ഒരു യാദൃശ്ചികത എന്ന് പറയുന്നത്. ആ തകർച്ചയിൽ നിന്ന് പുതിയ ഉയർച്ചകളുണ്ടാകും. അല്ലാതെ ഇങ്ങനൊരു കൃതി വന്നപ്പോഴത്തേക്കും മലയാള ഭാഷയും സാഹിത്യവും നശിച്ചു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കുറേ കാലത്തെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന നിയമനത്തിലൂടെ യഥാർത്ഥത്തിൽ മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും ലഭിക്കേണ്ട യഥാർത്ഥത്തിലുള്ള യോഗ്യതയുള്ള ആളുകളെ പുറന്തള്ളുന്ന സമീപനമല്ലേ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല സ്വീകരിച്ചിട്ടുള്ളത്? അല്ലേ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയമനം നടക്കുന്നത്? കോഴയുടെ അടിസ്ഥാനത്തിലല്ലേ? കൊടുക്കുന്ന പണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ നിയമനം നടക്കുന്നത്? അല്ലാതെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണോ? യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ NSSൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്തുകൊണ്ടാണ് നായന്മാർ മാത്രം അധ്യാപകരായിട്ടുള്ളത്? മുസ്ലിങ്ങളും ദളിതരും ആദിവാസികളും ഒന്നും യോഗ്യരല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? വളരെ പച്ചയായ രീതിയിൽ നെഹ്റു സേനയുടെ ജനാധിപത്യവൽക്കരണത്തെ സംബന്ധിച്ച് പറഞ്ഞ ആശയം ഇന്ത്യയുടെ സമസ്ത കാര്യങ്ങളിലും ആ ജനാധിപത്യവൽക്കരണം ആവശ്യമാണ്. സവർണ ഒളിഗാർക്കിയുടെ പിടിമുറുക്കത്തിൽ നിന്നും ഇന്ത്യയിലെ വ്യത്യസ്ത സ്ഥാപനങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. യഥാർത്ഥത്തിൽ സവർണ ഒളിഗാർക്കിയാണ് ഇന്ത്യൻ ഹിന്ദുത്വത്തിൻ്റെ അടിത്തറ. സവർണ ഒളിഗാർക്കിയുടെ മുകളിലാണ് ഇന്ത്യൻ ഹിന്ദുത്വം വളർന്ന് പന്തലിച്ച് വികസിക്കുന്നത് എന്നുള്ളതാണ്. എവിടെയൊക്കെ സവർണ ഹിന്ദുത്വം സവർണശക്തികൾ മേൽക്കോയ്മ ശക്തികളായി നിലീന ഭരണകൂടമായി ഭരണശക്തികളായി വർത്തിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഹിന്ദുത്വം പടർന്ന ചരിത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് കേരളത്തിൽ ഒരു ശൂദ്രകലാപം, ശബരിമല വിഷയമുണ്ടായപ്പോൾ കേരളത്തിൽ ശൂദ്രകലാപം ഉണ്ടായത്. എന്തുകൊണ്ടാണ്? കേരളത്തെ പിടിമുറുക്കിയിരിക്കുന്ന സവർണ ഒളിഗാർക്കിയാണ് ഈ ശൂദ്രകലാപം സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ വിഷയം. മറ്റൊരു കാര്യത്തിലേക്ക് വന്നാൽ 1938 ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിനുള്ള സന്ദേശത്തിൽ നെഹ്റു ഇപ്രകാരം പറഞ്ഞു: പട്ടിണിയും ദാരിദ്ര്യവും ശുചിത്വരാഹിത്യവും നിരക്ഷരതയും അന്ധവിശ്വാസവും മാരകമായ ആചാരാനുഷ്ഠാനങ്ങളും നഷ്ടമാക്കപ്പെടുന്ന വമ്പിച്ച വിഭവശേഷിയും പോലുള്ള പ്രശ്നങ്ങൾ, പട്ടിണിക്കാർ ജീവിക്കുന്ന ഈ സമ്പന്ന രാഷ്ട്രത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശാസ്ത്രത്തിനെയാകൂ എന്നാണ്. 38 ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിനുള്ള സന്ദേശത്തിൽ നെഹ്റു പറയുന്ന കാര്യമാണ്. അതായത് പട്ടിണി, ദാരിദ്ര്യം, ശുചിത്വരാഹിത്യം, നിരക്ഷത, എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുള്ള രാജ്യത്ത് ആ രാജ്യത്തെ പിടിമുറുക്കിയിരിക്കുന്ന വിപര്യങ്ങളിൽ നിന്ന്, ആപത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ അതിന് ശാസ്ത്രത്തിന് മാത്രമേ കഴിയൂ എന്നാണ് ആര് പറഞ്ഞത്? ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രി നെഹ്റു പറഞ്ഞത്. പക്ഷേ പുതിയ പ്രധാനമന്ത്രി പറഞ്ഞ എന്താണ്? കോവിഡ് വന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞ എന്താണ്? പാത്രം കൊട്ടാനാണ് പറഞ്ഞത്. നമ്മളെല്ലാവരും പാത്രം കൊട്ടി. പാത്രം കൊട്ടിയോ? പാത്രം കൊട്ടിയോ? എല്ലാവരും പാത്രം കൊട്ടി. പാത്രം കൊട്ടിയെന്ന് മാത്രമല്ല, കേരളത്തിൽ വേറൊരു സംഗതി കൂടെ വന്നു. എല്ലാ വീട്ടിലും സുഗന്ധം പുകയ്ക്കുക, ഈ അഷ്ടഗന്ധവും ഒക്കെ പുകയ്ക്കുക കോവിഡിനെതിരെ. എത്ര അശാസ്ത്രീയമായ സമീപനമാണെന്ന് ആലോചിച്ച് നോക്കൂ. പാത്രം കൊട്ടുക, ചാണകത്തിൽ കുളിക്കുക, ഗോമൂത്രം കഴിക്കുക, ചാണകം തിന്നുക, ഇങ്ങനെ പലവിധ പരിപാടികളാണ് കേരളത്തിൽ നടന്നത്. അതിലെല്ലാവരും പങ്കുകൊണ്ട് കേട്ടോ. എല്ലാവരും ജാതിമത ഭേദമന്യേ സർവ്വ ആളുകളും പാത്രം കൊട്ടി. അപ്പോൾ പ്രധാനമന്ത്രിക്ക് ചേർന്ന ഒരു ജനതയായി ഇന്ത്യൻ ജനതയ്ക്ക് ചേർന്ന പ്രധാനമന്ത്രി. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നെഹ്റു ഇന്ത്യയെ ആധുനീകരിക്കാൻ ശ്രമിച്ചപ്പോൾ പുതിയ പ്രധാനമന്ത്രി പ്രതിലോമ ആധുനികതയുടെ വക്താവായിട്ടാണ് മാറുന്നത്. പ്രതിലോമ ആധുനികത എന്ന് പറഞ്ഞാൽ നമ്മളെ അസൽ ചാണകങ്ങളാക്കി മാറ്റുന്ന പ്രവൃത്തിയിലാണ് അദ്ദേഹം ഏർപ്പെട്ടത്. നമ്മളെ സ്വയം ചാണകങ്ങളാക്കുക.
ചാണകം കൊട്ടിയത്, ഈ പാത്രം കൊട്ടിയതുകൊണ്ട് കോവിഡ് പോയോ? പരിശോധിക്കണം. എങ്ങും പോയില്ല കോവിഡ്. പാത്രം കൊട്ടി, സ്റ്റീൽ പാത്രമൊക്കെ കൊട്ടി, ഈ സ്റ്റീൽ പാത്രത്തിൻ്റെ വക്ക് ചളുങ്ങിയെന്നല്ലാതെ യാതൊരു പ്രയോജനം ഉണ്ടായില്ല. മണിക്കൂറുകൾ ആളുകൾ കൊട്ടിക്കൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞു, നെഹ്റുവിൻ്റെ വാക്കുകളാണ്, നാം സാർവലൗകിക പ്രശ്നങ്ങളും ദേശീയ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നത് ശാസ്ത്രീയമായ സമീപനത്തിലൂടെ മാത്രമായാലേ ശരിയാകൂ എന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. ഇന്ത്യയുടെ പുതിയ പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ വന്നപ്പോൾ പറഞ്ഞത്, ഇന്ത്യ എന്ന് പറയുന്ന ദേശരാഷ്ട്രത്തിൻ്റെ അടിത്തറ രാമായണവും രാമനുമാണെന്നാണ് പറഞ്ഞത്. രാമായണവും രാമനുമാണെന്ന്. ഇതെങ്ങനെ ശാസ്ത്രീയ സമീപനമാകുന്നത്? ഇതെങ്ങനെ ശാസ്ത്രീയ സമീപനമാകും? അതിൻ്റെ പേര് ശാസ്ത്രീയ സമീപനമെന്നല്ല. രാമായണത്തിൽ എന്ത് ശാസ്ത്രീയതയാണ് രാമായണത്തിൽ പറയുന്നത്? പുഷ്പവിമാനത്തെ പറ്റി പറയുന്ന, ചാതുർവർണ്ണയം അനുസരിച്ച് ആളുകൾ ജീവിക്കണമെന്ന് പറയുന്ന രാമായണം എങ്ങനെയാണ് ആധുനിക ദേശരാഷ്ട്രത്തിൻ്റെ അടിത്തറയാകുന്നത്? ആധുനിക ദേശരാഷ്ട്രത്തിൻ്റെ അടിത്തറ ഇന്ത്യൻ ഭരണഘടനയും നെഹ്റു മുതലായ വ്യക്തികളും ചേർന്ന് നിർമ്മിച്ച ആധുനിക ദേശഭാവനയാണ്. അദ്ദേഹം പറഞ്ഞു, എന്ന് വെച്ചാൽ ശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തവും പ്രയോഗവുമാണ് ഇവിടെ ആവശ്യമെന്നർത്ഥം. പ്രധാനപ്പെട്ട ചില ശാസ്ത്രജ്ഞന്മാർ സ്വന്തം വിദ്യാലയമോ പരീക്ഷണശാലയോ വിട്ട് പുറത്തു വരുമ്പോൾ ജീവിതത്തിൻ്റെ മറ്റു മണ്ഡലങ്ങളിൽ ശാസ്ത്രീയമായ സമീപന രീതി സ്വീകരിക്കുവാൻ എങ്ങനെയോ മറന്നുപോകുന്നു. ഇല്ല, നമ്മുടെ കുട്ടികളും ഇങ്ങനെ തന്നെ അല്ലേ? രാവിലെ ബയോളജിയുടെ ക്ലാസ് ഉണ്ടാവും ഇല്ലേ? പക്ഷേ അത് ഏത് കഴിഞ്ഞിട്ടാ? ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ബയോളജിയുടെ ക്ലാസ്സിലേക്ക് പോകുന്നത്. ഞാൻ പല സ്കൂളുകളിലും കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, ഈശ്വര കൈകൂപ്പി നിൽപ്പൂ ഞാൻ നിൻ മുമ്പിൽ ഈറനണിഞ്ഞ മിഴികളോടെ. ഇപ്പം ഞാൻ കുട്ടികളോട് ചോദിക്കാണ്ട്, രാവിലെ വന്നിങ്ങനെ കരയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഈറനണിഞ്ഞ മിഴികളോടെ. അത് രാവിലെ കരയുക. എന്ത് കാര്യത്തിന് ഈ നേരം വെളുക്കുന്നതിന് മുമ്പ് വന്ന് 9 മണിക്ക് ഇങ്ങനെ കരയുന്നത്? യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സ്റ്റേറ്റ് റൂൾ അനുസരിച്ച് രാവിലെയും വൈകിട്ടും നാഷണൽ ആന്തം, ദേശീയ ഗാനം ആലപിക്കാനാണ് വിദ്യാഭ്യാസ റൂള് പറയുന്നത്. പക്ഷേ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഈശ്വര പ്രാർത്ഥനയോടുകൂടി മാത്രമേ തുടങ്ങാവൂ എന്ന് ഒരു തെറ്റായ നിയമം നമ്മൾ നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. ഈശ്വര പ്രാർത്ഥന ഇല്ലെങ്കിൽ എന്തോ വലിയ ആപത്ത് സംഭവിക്കുമെന്ന് മലയാളി എല്ലാം തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുക. ഈ ധാരണ ഇതുവരെ മാറിയിട്ടില്ല. നെഹ്റു പറയുന്നുണ്ട്, മതമെന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയുടെ കാര്യം മാത്രമായിരിക്കണം, ഒരു സമൂഹത്തിൻ്റെ മൊത്തം കാര്യമായിട്ട് അതിനെ മാറ്റാൻ പാടില്ല. നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയോ ക്രിസ്തുവിൽ വിശ്വസിക്കുകയോ രാമനിൽ വിശ്വസിക്കുകയോ ഒക്കെ വ്യക്തിപരമായ കാര്യമാണ്. ഒരു സമൂഹം മുഴുവൻ അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷെ ഒരു പൊതുപരിപാടി നടക്കുമ്പോൾ ഈശ്വര പ്രാർത്ഥന ചെല്ലുമ്പോൾ എല്ലാവരും ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറയുന്നത് എന്തൊരു വൈരുദ്ധ്യ! അത് ജനാധിപത്യ വിരുദ്ധതയല്ലേ? എഴുന്നേക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾ കാണും, അദ്ദേഹവും കൂടി എഴുന്നേക്കണമെന്ന് പറയുന്നതിൽ പരം ജനാധിപത്യ വിരുദ്ധത വേറെന്തുണ്ട്? ചില ആളുകളുണ്ട് ഈശ്വര പ്രാർത്ഥന ഇങ്ങനെ ചെല്ലുമ്പോൾ ആരെങ്കിലും എഴുന്നേറ്റില്ലെങ്കിൽ അവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ അവരുടെ ശ്രദ്ധ എവിടാ? ഈശ്വരനിലൊന്നുമല്ല, നിങ്ങൾ എന്തുകൊണ്ട് എഴുന്നേറ്റില്ല എന്നുള്ളത്. അപ്പം ഞാനൊരു സംസ്കൃതം ടീച്ചറാണ്. ഒരിക്കൽ സംസ്കൃതവുമായി ബന്ധപ്പെട്ട് ടീച്ചേഴ്സിൻ്റെ ഒരു ട്രെയിനിങ് പരിപാടി നടക്കുകയാണ്. അപ്പം ഞാൻ പൊതുവേ ഈശ്വര പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാറില്ല. അപ്പോൾ ഈ സംസ്കൃതം ടീച്ചർമാരുടെ മാത്രം ഒരു മീറ്റിങ്ങാണ്. ഈ ടീച്ചർമാരെല്ലാം വടിപോലെ എഴുന്നേറ്റ് നിൽക്കുന്നു, ഞാൻ വേദിയിലിരുന്നു. അവരെല്ലാം എന്നെയാണ് ശ്രദ്ധിച്ചത്. അവർ ഈശ്വര പ്രാർത്ഥനയിൽ യാതൊരു ശ്രദ്ധ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? അവർക്ക് ഈശ്വരനിലായിരുന്നോ ശ്രദ്ധ, അതോ നമ്മളിലായിരുന്നോ? ആരെങ്കിലും എഴുന്നേൽക്കാതിരിപ്പുണ്ടെങ്കിൽ അവരോടുള്ള കടുത്ത അസഹിഷ്ണുത മാത്രമാണ് ഇവർക്കുള്ളത്. അല്ലാതെ ഈശ്വരനുള്ള യാതൊരു ഭക്തിയും പാരവശ്യം ഇവർക്കില്ല. അങ്ങനെ ഈശ്വരനും ഭക്തിയും പാരവശ്യം ഉണ്ടെങ്കിൽ അവർ കണ്ണടച്ചങ്ങ് നിന്നാൽ പോരെ. അതല്ല, അടുത്ത് നിൽക്കുന്ന ആൾ ഇരിക്കുകയാണോ എഴുന്നേൽക്കുകയാണോ, ഇതൊക്കെയാണ് അവരുടെ ചിന്ത എന്നുള്ളതാണ്. അപ്പം നമ്മളൊക്കെ എത്രമാത്രം അസഹിഷ്ണുക്കളാണ്, എത്രമാത്രം ജനാധിപത്യ വിരുദ്ധരാണ് എന്നുള്ളത് പരിശോധിക്കണം. നെഹ്റു പറഞ്ഞു, നമ്മുടെ പ്രത്യേക മേഖലയിൽ നാം വേണ്ടതിലേറെ കരുതലോടെ ശ്രദ്ധ ചെലുത്തുന്നു. ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ നോക്കൂ, ഫിസിക്സ് പഠിച്ച ആളുകൾ, ബയോളജി പഠിച്ച ആളുകൾ ഒക്കെ IIT-യിലൊക്കെ ഉദ്യോഗസ്ഥരാണ്. മാണ്ഡ്യ IIT-യിലെ പ്രൊഫസർ പറഞ്ഞത് തൻ്റെ പിതാവിൻ്റെ പനി മാറിയത് ഗോമൂത്രം കുടിച്ചിട്ടാന്നാണ് പറഞ്ഞത്. ഗോമൂത്രം കുടിച്ചപ്പോൾ അച്ഛൻ്റെ പനി മാറി.
ഒരു 500-ൻ്റെയോ ഒരു 650-ൻ്റെയോ ഡോളോയോ പാരാസെറ്റാമോളോ തീരേണ്ട ഒരു കാര്യത്തിന് ലിറ്റർ കണക്കിന് ഗോമൂത്രം കുടിക്കുക. പശുവിൻ്റെ മൂത്രമേ കുടിക്കുക. എന്ത് പ്രയോജനം? നമ്മൾ പൊതുവെ വിചാരിക്കും മലയാളികൾ ഭയങ്കര സംസ്കാര സമ്പന്നരാണ്, അവർ ഗോമൂത്രമൊന്നും കുടിക്കത്തില്ല. ഒന്നും ചുമ്മാതെ വെറുതെ ആകട്ടോ. മലയാളികൾ അമ്പലങ്ങളിൽ പോയി ഗോമൂത്രം കുടിക്കുന്നുണ്ട്. ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഈ പഞ്ചഗവ്യം എന്ന് പറഞ്ഞ പ്രസാദം ഉണ്ടല്ലോ, ആ പഞ്ചഗവ്യത്തിൽ എന്താണ് പ്രധാനപ്പെട്ടത്? ചാണകവും ഗോമൂത്രമാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ചേർക്കപ്പെടുന്ന ദ്രവ്യം, ചാണകവും ഗോമൂത്രവും. അത് പ്രധാനമായിട്ട് ഈ സ്കന്ദഷഷ്ടിയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ മുരുകൻ്റെ അമ്പലങ്ങളിൽ നിന്ന് ധാരാളമായിട്ട് ഈ ഗോമൂത്രവും ചാണകവും മലയാളി വിശ്വാസികൾ ഇഷ്ടംപോലെ കുടിക്കുന്നുണ്ട്. എന്നിട്ട് വടക്കോട്ട് നോക്കി പറയും ഉത്തർപ്രദേശുള്ളവരെല്ലാം മഹാവിഡ്ഢികളാണ്, കേരളീയരങ്ങ് വലിയ സംസ്കാര സമ്പന്നരാണ്. സ്കന്ദഷഷ്ടിക്ക് പോയിട്ട് ഗോമൂത്രം കുടിച്ചിട്ടാണ് ഈ വർത്താനം പറയുന്നത്. അപ്പോൾ നമ്മളിത് ആലോചിക്കണം. സത്യത്തിൽ ഉദരരോഗം വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഈ ഗോമൂത്രമൊക്കെ കുടിച്ചാൽ. സാമൂഹ്യവും സാമ്പത്തികവുമായ മേഖലയിലേക്ക് വരുമ്പോഴാകട്ടെ നാം ശാസ്ത്രീയ സമീപനം മറന്നുപോകുന്നു. എല്ലാ കാര്യത്തിലും ശാസ്ത്രീയമായൊരു സമീപനം വേണം എന്നാണ് നെഹ്റു പറഞ്ഞത്. പക്ഷെ നമുക്ക് ആ ശാസ്ത്രീയ സമീപനം ഉണ്ടോ? ഇല്ല. നമ്മുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുന്നതിന് സയൻസിൻ്റെ സത്തയം പ്രയോഗരീതിയിൽ ശാസ്ത്രാവബോധമുള്ളവരാകാൻ യത്നിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ്? നമ്മുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുന്നതിന് സയൻസിൻ്റെ സത്തയം പ്രയോഗരീതിയിൽ ശാസ്ത്രാവബോധമുള്ളവരാകാൻ യത്നിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്കൂളിൽ സയൻസൊക്കെ പഠിക്കുന്നുണ്ടില്ലേ? എല്ലാവരും ബയോളജി പഠിക്കുന്നുണ്ട്, എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ മക്കളുണ്ടാകുന്നില്ലെങ്കിൽ എങ്ങോട്ടാണ് ഓടുന്നത്? ആദ്യം ഉരുളി കമഴ്ത്താൻ ഓടും സർവ്വ ആളുകളും. 10ാം ക്ലാസ് വരെ ബയോളജിയും ഫിസിക്സും പഠിച്ച മലയാളിയെല്ലാം ഉരുളി കമത്താൻ ഓടും. നെഹ്റു പറഞ്ഞ എന്താ? നമ്മുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുന്നതിന് സയൻസിൻ്റെ സത്തയം പ്രയോഗരീതിയിൽ ശാസ്ത്രാവബോധമുള്ളവരുമാകാൻ നാം യത്നിക്കണം. അല്ലെങ്കിൽ പിഞ്ഞാണം കഴുകിയ വെള്ളം കുടിക്കാൻ പോകും. ഇങ്ങനെ സയൻസിൻ്റെ സത്തയിൽ നിന്നുള്ള പിന്മടക്കമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ എന്താണ്? ഗണപതിയുടെ തല പ്ലാസ്റ്റിക് സർജറിയുടെ ഉദാഹരണമാണ്. അതങ്ങനെയാണ് ഗണപതിയുടെ തല പ്ലാസ്റ്റിക് സർജറിയുടെ ഉദാഹരണമാകുന്നത്. ഒരു ആനയുടെ തലയും മനുഷ്യൻ്റെ ശരീരവും അതിൻ്റെ കഴുത്തും ഒക്കെ എങ്ങനെയാണ് ഒരുമിച്ച് ഒരു നെർവസ് സിസ്റ്റം ഉണ്ടല്ലോ നമുക്ക്. അടിസ്ഥാനപരമായി ന്യൂറോളജിയുടെ തത്വശാസ്ത്രത്തെ പോലും പരിഹസിക്കുകയാണ് പ്രധാനമന്ത്രി. ഈ മഹാഭാരതത്തിലൊരു കഥയുണ്ട്, ഈ 100 കുടത്തിൽ നിന്നും കൗരവന്മാരുണ്ടായതിനെ പറ്റിയുള്ള കഥ. പ്രധാനമന്ത്രി ശാസ്ത്ര കോൺഗ്രസിൽ പ്രസംഗിച്ചത് ഈ കുടത്തിൽ നിന്നും ഈ 100 കൗരവന്മാരുണ്ടായത് ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ ഉണ്ടായതിൻ്റെ ചരിത്രമാണ് മഹാഭാരതത്തിൽ കാണുന്നതെന്നാണ് പറഞ്ഞത്. ഒരു കഥയായിട്ട് വേണ്ടേ നമ്മൾ കാണാൻ? ആ കഥ എങ്ങനെയാണ് സയൻസ് ആകുന്നത്? പുഷ്പക വിമാനം ഇന്ത്യയുടെ വിമാനത്തിൻ്റെ പ്രാചീനമായ ചരിത്രത്തിന് തെളിവാണെന്നാണ് പറയുന്നത്. നോക്കൂ, വാൽമീകി രാമായണത്തിൽ തന്നെ പുഷ്പവിമാനത്തെ പറ്റി പറയുന്നുണ്ട്. ഈ പുഷ്പവിമാനത്തിൽ ആയിരക്കണക്കിന് കുരങ്ങന്മാരും ആയിരക്കണക്കിന് സൈന്യനും സുഗ്രീവനും എല്ലാവരും കയറുന്നുണ്ട്. രാമനും ലക്ഷ്മണനും ലങ്കയിലുള്ള ആളുകളും എല്ലാവരും ഈ പുഷ്പവിമാനത്തിൽ കയറുക. ഇതെന്താണ്? അനാദിയായിട്ട് എണ്ണമില്ലാതെ ആളുകൾ കയറാൻ പുഷ്പവിമാനം എന്ന് പറഞ്ഞാൽ ഭൂഗുരുത്വാകർഷണം കണ്ടുപിടിക്കുകയും ഈ ഭൂഗുരുത്വത്തെ ഉല്ലംഘിച്ചുകൊണ്ട് വിമാനം എങ്ങനെ പറക്കണമെന്നും അതിനുള്ള ദ്രവ്യങ്ങളും ഒരുപാട് സാങ്കേതിക വിദ്യ വികസിച്ച് വന്നാൽ മാത്രമേ ഒരു വിമാനം പറത്താൻ കഴിയൂ, അല്ലെങ്കിൽ വിമാനം പറക്കില്ല. നോക്കൂ, പുഷ്പവിമാനം ഉണ്ടാകുന്ന കാലത്ത് ലാൻഡ് ചെയ്യാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടായിരുന്നോ? അങ്ങനെയുള്ള ലാൻഡിങ് സിസ്റ്റത്തെ പറ്റിയുള്ള ഒരു പരാമർശവും ഇല്ല. പുഷ്പവിമാനത്തിലുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ട്? നമ്മൾ ഈ ചില ചിത്രങ്ങളിൽ പുഷ്പവിമാനത്തെ കാണിക്കുന്നുണ്ട്, ഈ 4 ഭാഗവും തുറന്ന ഒന്നായിട്ടാണ്. നോക്കിയത് ആകാശത്തേക്ക് ഉയർന്നാൽ എന്തായിരിക്കും അവസ്ഥ? എപ്പോൾ അതിനകത്തുനിന്ന് തെറിച്ച് താഴെ വീണമെന്ന് ചോദിച്ചാൽ മതി. കാരണം അന്തരീക്ഷത്തിൻ്റെ ഒരു സമ്മർദ്ദവും മർദ്ദവും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായിട്ട് ഈ നമ്മുടെ വളരെ 10ാം ക്ലാസ് വരെയുള്ള സായൻസിക ബോധത്തെ പരിഹസിക്കുന്നവയാണ് ഇത്തരം അമ്മുമ്മ കഥകളെല്ലാം. ഇതാണ് പുതിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ശാസ്ത്ര കോൺഗ്രസിൽ വന്ന് സയൻസ് വിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെഹ്റു പറഞ്ഞു, കേവലം ഒരു വ്യക്തിയുടെ സത്യാന്വേഷണമല്ല ശാസ്ത്രം എന്നത് തീർച്ചയാണ്. അതായത് ഗൗളിശാസ്ത്രവും പക്ഷിശാസ്ത്രവും അല്ല, നിമിത്തശാസ്ത്രവും അല്ല. അതൊക്കെ ഒരു വ്യക്തിയുടെ എവിടെയെങ്കിലും പല്ലി ഇരുന്ന് ചലച്ചാൽ സത്യം. പല്ലി ചലച്ചത് വേറെന്തോ കാര്യത്തിനാണ്, അതിന് ഈ സത്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇങ്ങനെ എന്തുമാത്രം അന്ധവിശ്വാസങ്ങളാണ് മലയാളി കൊണ്ടു നടക്കുന്നത്. പൂച്ചയെ കണ്ട പ്രശ്നം,
പൂച്ച വട്ടം ചാടിയ എന്തോ വലിയ ആപത്ത് സംഭവിക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള പലതരം അന്ധവിശ്വാസങ്ങളുമായിട്ടാണ് മലയാളി നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചത്, ഒരു വേദാചാര്യൻ, അദ്ദേഹം നമ്പൂതിരിയാണ്, അദ്ദേഹത്തിന് ISROയിലോ മറ്റോ സയൻറ്റിസ്റ്റായിട്ട് ജോലി കിട്ടി. ISROയിൽ സയൻറ്റിസ്റ്റായിട്ട് ജോലി കിട്ടിയാലും താൻ വേദപാരമ്പര്യത്തിൽ നിന്ന് പിന്മടങ്ങില്ല. വേദം പഠിച്ചത് കൊണ്ടാണ് തനിക്ക് ശാന്തമായി പഠിക്കാൻ കഴിഞ്ഞത് എന്നൊക്കെയാണ് പറയുന്നത്. സത്യത്തിൽ കേരളത്തിൽ, ഇന്ത്യയിൽ ഇതൊക്കെ ഇപ്പോഴും ചിലവാകും. കാരണം എന്താണ്? സായൻസിക വിരുദ്ധമായ മനോഭാവമായിട്ട് ജീവിക്കുന്നവരാണ് ഇന്ത്യയിലുള്ളവർ ഭൂരിഭാഗവും. അല്ലെങ്കിൽ ഈ ബ്രാഹ്മണ്യത്തിൻ്റെ ഫ്യൂഡൽ മനോഭാവം, ഇപ്പോൾ ഈ വേദങ്ങളെന്നൊക്കെ പറഞ്ഞ് എന്തോ വലിയ മഹത്തായ കൃതികളാണെന്നും അത് വായിച്ചു കഴിഞ്ഞാൽ ഓർമ്മശക്തി വർദ്ധിക്കുമെന്നും ഒക്കെയുള്ള അസംബന്ധം പിടിച്ച ധാരണകളുമായിട്ടാണ് മലയാളി ജീവിക്കുന്നത്. കേരള കൗമുദി വലിയ വാർത്തയാണ് ഫ്രണ്ട് പേജിൽ തന്നെ അത് സംബന്ധിച്ച് കൊടുത്തത്. എന്താശയമാണ് ഇത് കൺവേ ചെയ്യുന്നത്? വേദം പഠിച്ചാൽ എന്ത് കിട്ടുമെന്ന്? വേദം പഠിച്ചാൽ അങ്ങനെ ഒരുപാട് ഓർമ്മശക്തിയും ഒരുപാട് മാറ്റങ്ങളും ഒക്കെ ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കേണ്ടിയിരുന്നെങ്കിൽ എന്തുകൊണ്ടത് വളരെ മുമ്പേ സംഭവിച്ചില്ല? യുക്തിവാദിയായ A.T. കോവൂർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വളരെ ലളിതമായൊരു ചോദ്യം. അദ്ദേഹം ചോദിക്കുന്നത്, ഈ മൃത്യുഞ്ജയോമം ചെയ്ത ആളുകളുടെ രോഗമൊക്കെ മാറിയായിരുന്നെങ്കിലേ ഈ ആശുപത്രികളുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എല്ലാ സ്ഥലത്തും ഒരു മൃത്യുഞ്ജയ ഹോമശാല സ്ഥാപിച്ചാൽ പോരെ? തന്നെയല്ല, കോവൂര് ചോദിച്ച വളരെ രസകരമായ മറ്റൊരു ചോദ്യം, എന്തുകൊണ്ടാണ് നമുക്ക് വലിയ ശത്രുസംഹാര മന്ത്രമുണ്ട്, ശത്രുസംഹാര പുഷ്പാഞ്ജലിയുണ്ട്, ശത്രുസംഹാര ഹോമമുണ്ട്? കോവൂര് ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ കുറച്ച് പുരോഹിതന്മാരെ അതിർത്തിയിലേക്ക് അയച്ചാൽ പോരെ? എന്തിനീ വലിയ പണം ചിലവാക്കി സൈന്യത്തെ അവിടെ അങ്ങനെ വെക്കണം? ശത്രുസംഹാര പുഷ്പാഞ്ജലിക്കും ഒക്കെ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുക അതിർത്തി സുരക്ഷിതമാകാൻ മന്ത്രവാദം അറിയാവുന്ന ആളുകളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ പോരെ? അപ്പോൾ എത്രമാത്രം സായൻസിക വിരുദ്ധമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ വേറൊരു സംഭവം കൂടെ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ വൈരുദ്ധ്യത്തിൻ്റെ ചാണകക്കുഴിയിൽ ചെന്ന് പെടുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ള കാര്യം വെച്ചാൽ, ഈ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികളുടെ പേന പൂജിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഓരോ വിശ്വാസികൾ അതനുസരിച്ച് ഒന്നുകിൽ പള്ളിയിൽ അല്ലെങ്കിൽ അമ്പലത്തിൽ ഇങ്ങനെ കൊടുത്ത് പൂജയാണ്. ഇത് കേട്ടാൽ തോന്നുന്നു നമുക്ക് ഈ പേനയുടെ ഉള്ളിൽ താഴോട്ട് ഇങ്ങനെ ദിവ്യശക്തിയിലൂടെ ഉത്തരം ഇറങ്ങി വരുമെന്നുള്ള ധാരണയാണ്. നോക്കൂ, പേന പൂജിക്കാൻ പോയിട്ട് പേന എന്ന് പറയുന്നൊരു സാധനം ഈ പറയുന്ന പൂജ ഉണ്ടായിരുന്ന കാലത്തൊന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ആകെ താളിയോലയെ എഴുത്താണിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് മുഴുവൻ ആളുകൾക്കും പ്രാപ്യവുമായിരുന്നില്ല. അപ്പോൾ ഇത്തരം പേനാപൂജകളിലൂടെയൊക്കെയാണ് ബ്രാഹ്മണ്യം നമ്മുടെ സമൂഹത്തെ പിടിമുറുക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അടിസ്ഥാനപരമായി ശാസ്ത്രവിരുദ്ധമായ ഒരു മനോഭാവം അവിടെ ആരംഭിക്കുന്നു എന്നുള്ളതുമാണ് നമ്മൾ കാണേണ്ടത്. നെഹ്റു പറഞ്ഞു, ജനസമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് സത്യാന്വേഷണത്തെക്കാൾ ഉപരിയായ അനന്തമായ എന്തോ ഒന്നായിത്തീരുന്നു. സമൂഹത്തിൻ്റെ എല്ലാ രോഗങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതായിരിക്കണം അതിൻ്റെ ലക്ഷ്യം. ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം എന്താണ്? സമൂഹത്തിനെ ബാധിച്ച എല്ലാ രോഗങ്ങളെയും ഇല്ലായ്മ ചെയ്യുക. അതാണ് ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം. സയൻസിൻ്റെ ലക്ഷ്യം അതാണ്. നോക്കൂ, നമ്മൾ ഈ പുതിയ ഫോട്ടോകൾ കാണുന്നുണ്ടാവും, കൃഷ്ണൻ്റെയും രാമൻ്റെ അല്ലെങ്കിൽ പലതരത്തിലുള്ള ദൈവങ്ങളുടെയും ഫോട്ടോ. എല്ലാം ക്ലീൻ ഷേവാണല്ലേ? എല്ലാം വളരെ ക്ലീൻ ഷേവായിട്ടാണ് കാണുന്നത്. നമ്മളൊരു ചെറിയ ചോദ്യം ചോദിക്കേണ്ട, അന്ന് ഷേവിങ് സെറ്റ് ഉണ്ടായിരുന്നോ? ഇവരൊക്കെ ഇങ്ങനെ ക്ലീൻ ഷേവായിട്ട് പ്രത്യക്ഷപ്പെടണമെങ്കിൽ ആ ചോദ്യം നമ്മൾ ചോദിക്കുന്നില്ല. ആ ചോദ്യം ചോദിക്കണം. ആ ചോദ്യം ചോദിക്കുമ്പോഴാണ് കാര്യങ്ങൾക്ക് കുറച്ചൊരു തെളിമ കിട്ടുക. ശാസ്ത്രത്തിൻ്റെ മുന്നിൽ ഒരു സാമൂഹ്യ ലക്ഷ്യം ഉണ്ടായിരിക്കണം. ശാസ്ത്രം കേവലം ശാസ്ത്രമല്ല, അത് സമൂഹത്തിൻ്റെ വിമോചനാത്മകമായ മുന്നോട്ടെടുക്കലിനെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് സയൻസ് എന്ന് ആര് കണ്ടു? നെഹ്റു മനസ്സിലാക്കി. ആ രീതിയിൽ ശാസ്ത്രത്തെ ഉപയോഗിക്കുന്നതിന് പ്രേരണ ചെലുത്തി. അതങ്ങനെ പ്രേരണ ചെലുത്തി എന്നുള്ളത് നമുക്ക് കാണാം. ശാസ്ത്ര സാങ്കേതിക വികാസത്തിൻ്റെ സ്വയം പര്യാപ്തത വളർത്തുന്നതിനായി 1997 ജനുവരി 4 ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പരീക്ഷണശാല നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിക്ക് നെഹ്റു തറക്കല്ലിട്ടു. തുടർന്ന് നെഹ്റുവിൻ്റെ ഭരണവേളയിൽ 17 ദേശീയ പരീക്ഷണശാലകൾ പ്രവർത്തനം ആരംഭിച്ചു നമ്മുടെ രാജ്യത്ത്. പക്ഷേ ഇന്ന് ഹിന്ദുത്വവാദികളുടെ അവകാശവാദം എന്താണ്?
ദേശീയ പരീക്ഷണശാല സ്ഥാപിച്ചതിൻ്റെ അവകാശവാദമല്ല, ഒരു ക്ഷേത്രം പണിതാണ് അവരെ സംബന്ധിച്ച അവകാശവാദം. അത് മാത്രമാണ് അവർ ഉന്നയിക്കുന്നത്. അല്ലാതെ പരീക്ഷണശാല സ്ഥാപിച്ചതോ ആശുപത്രി സ്ഥാപിച്ചതോ അല്ല പ്രധാനപ്പെട്ട നേട്ടമായി ഉയർത്തിക്കാട്ടുന്നത് എന്നുള്ളതാണ്. കൂടാതെ ശാസ്ത്ര വ്യാവസായിക കൗൺസിലിൻ്റെ ചെയർമാനായി കൂടി നെഹ്റു പ്രവർത്തിച്ചു. 1952 ഖരഗ്പൂരിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആരംഭിച്ചു. തുടർന്ന് മദ്രാസ്, ബോംബെ, കാൺപൂർ, ഡൽഹി എന്നിവിടങ്ങളിലും നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. അദ്ദേഹം പറഞ്ഞു, വിശക്കുന്ന പുരുഷനെയോ സ്ത്രീയെയോ സംബന്ധിച്ചിടത്തോളം സത്യമെന്ന വാക്കിന് ഒരർത്ഥവുമില്ല. സത്യമെന്ന വാക്കിന് ഒരർത്ഥവുമില്ല. വിശക്കുന്ന ഒരാളെ സംബന്ധിച്ച് വിശപ്പാണ് ഏറ്റവും പ്രധാനം, നമ്മളെ സംബന്ധിച്ചതുപോലെ. ഇന്ത്യ വിശക്കുന്നവരുടെ, പട്ടിണിക്കാരുടെ രാജ്യമാണ്. പട്ടിണി കിടക്കുന്ന 10,000ങ്ങളോട് സത്യത്തെക്കുറിച്ചോ ഈശ്വരനെക്കുറിച്ചോ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ചോ പ്രസംഗിക്കുന്നത് പരിഹാസ്യമാണ്. അവർക്ക് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നു വേണ്ട, ഓരോരുത്തർക്കും ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. നെഹ്റു കണ്ട ഈ സ്വപ്നത്തിൻ്റെ ഒരു പരിസ്ഫൂർത്തിയായിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് നിലവിൽ വന്നത്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. പക്ഷേ ഹിന്ദുത്വ ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം എന്താ ചെയ്തത്? ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് വെട്ടിച്ചുരുക്കി ഇല്ലാതാക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി. എന്താണ് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരുന്നത്? തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് പണം എത്തിക്കുന്ന പരിപാടിയാണ്. സമ്പത്തിൻ്റെ വിതരണം ഉറപ്പ്, നീതിപൂർവമായ സമ്പത്തിൻ്റെ വിതരണമാണ് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കാണുന്നത്. കഷ്ടപ്പെടുന്ന സാധാരണക്കാരിലേക്കാണ് ആ പണം എത്തുന്നത്. പക്ഷേ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫണ്ട് വെട്ടിച്ചുരുക്കുന്നതിലൂടെ ഹിന്ദുത്വ ഭരണകൂടം ചെയ്യുന്ന എന്താണ്? ഇന്ത്യയിലെ പാവപ്പെട്ട ദളിത ബഹുജനങ്ങളെയും മുസ്ലിങ്ങളെയും കൈയൊഴിയുകയാണ് ചെയ്യുന്നത്. കുറച്ച് പണക്കാരായ മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട്, അവരുടെ കാര്യമൊന്നുമല്ല ഞാനീ പറയുന്നത്. വളരെ കഷ്ടപ്പെട്ട ദളിതരോടൊപ്പം കോളനികളിൽ കഴിയുന്ന മുസ്ലിങ്ങളുണ്ട്, കഷ്ടപ്പെടുന്ന ആദിവാസികളുണ്ട്. അവരെയൊക്കെ ഉദ്ദേശിച്ചാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നത്. ആ ഫണ്ട് വെട്ടിച്ചുരുക്കിയതിലൂടെ യഥാർത്ഥമായി ചെയ്യുന്ന എന്താണ്? യഥാർത്ഥമായി ചാതുർവർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു ദേശഭാവനയാണ് ഹിന്ദുത്വത്തിന് ഉള്ളത് എന്ന് ഒന്നുകൂടി തെളിഞ്ഞു. ചാതുർവർണ്ണയത്തിൽ ചണ്ടാളന്മാർ എന്നും പെറുക്കുത്തീനികളായി ജീവിക്കണമെന്നാണ് മനുസ്മൃതി പറയുന്നത്. അതുപോലെ തൊഴിലുറപ്പിൻ്റെ ഫണ്ട് വെട്ടിച്ചുരുക്കിയതിലൂടെ ജനങ്ങൾ എങ്ങനെ ജീവിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറയുന്നതിലൂടെ നെഹ്റു കണ്ട ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ അടിസ്ഥാനപരമായി ഹിന്ദുത്വം ഉപേക്ഷിച്ചു. നെഹ്റു പറഞ്ഞു, അവ കൈവരിച്ച് കഴിഞ്ഞ് നമുക്ക് തത്വജ്ഞാനം പറയുകയും ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യാം. ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കേണ്ട എപ്പോഴാ? ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതിന് ശേഷം മതിയെന്ന് നെഹ്റു പറഞ്ഞത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദ അനാട്ടമി ഓഫ് ഹെയ്റ്റ് പരിഭാഷപ്പെടുത്തുമ്പോൾ മലയാള പരിഭാഷയിൽ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു മലയാളം ജേർണലിസ്റ്റ് അതിനെഴുതിയ ആമുഖത്തിൽ വിശദീകരിക്കുന്നത്, അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡൽഹിയിൽ ഒരു റിക്ഷാവണ്ടിയിൽ കയറി. ആ റിക്ഷാവണ്ടിയിൽ കയറിയപ്പോൾ ആര് ജയിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് ആ റിക്ഷാവണ്ടിക്കാരനോട് ചോദിച്ചപ്പോൾ മറ്റാര് മോദിജി തന്നെ ജയിക്കണം. ശ്രീജിത്ത് ഒരു ചോദ്യം ചോദിച്ചു, 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? 10 വർഷത്തെ ഭരണം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? നിങ്ങളുടെ ഈ വണ്ടി വലിക്കൽ അവസാനിച്ചോ? കഷ്ടപ്പാട് അവസാനിച്ചോ? ദുരിതം അവസാനിച്ചോ? അത് നമ്മുടെ തട്ടിക്കൊണ്ടുപോയ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നില്ലേ? പാകിസ്ഥാൻ തട്ടിക്കൊണ്ടുപോയ ഒരാളെ തിരിച്ചു കൊണ്ടുവന്നില്ലേ? ഇതാണ് ഹിന്ദുത്വ ദേശീയവാദം. അടിസ്ഥാനപരമായി ജനങ്ങളുടെ ദാരിദ്ര്യത്തെ, ജനങ്ങളുടെ വിശപ്പിനെ, അവരുടെ നിത്യനിദാനത്തെ അല്ല കാണുന്നത്. കൃത്രിമ നിർമ്മിതമായ ഒരു ഹൈന്ദവ ദേശീയ ആഖ്യാനത്തിലൂടെ ഇലക്ഷനുകൾ ജയിക്കുന്ന ഒരു അവസ്ഥാവിശേഷം നമ്മുടെ രാജ്യത്ത് സൃഷ്ടിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് കേരളത്തിൽ പോലും ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ചർച്ച എന്താണ്? ചർച്ച മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ച് ചർച്ച മുഴുവൻ ഇസ്ലാമോഫോബിയാണ്
തെരഞ്ഞെടുപ്പിൻ്റെ അടിത്തറ. ഇലക്ഷൻ വരുമ്പോൾ ഇസ്ലാം മത രാഷ്ട്രം വരുവോ വരുത്തില്ലയോ, അതാ ചർച്ച. ഇത് തന്നെയാണ് ദേശീയ തലത്തിലും നടക്കുന്നത്. ദേശീയ തലത്തിൽ എങ്ങനെയാണ്? ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ അവസരങ്ങളിലും മുസ്ലിങ്ങളെ ശത്രുക്കളാക്കും, ക്രിസ്ത്യാനികളെ ശത്രുക്കളാക്കും, ദളിതരെ ആദിവാസികളെയും പുറന്തള്ളുന്ന സമീപനം സ്വീകരിക്കും. ഇങ്ങനെ എന്തിനേറെ പറയുന്നു, നമ്മുടെ രാജ്യത്തെ നീതിന്യായ പീഠങ്ങൾ അലങ്കരിക്കുന്ന ജഡ്ജിമാർ പോലും ഇത്തരം സമീപനങ്ങളാണ് കൈക്കൊള്ളുന്നത്. മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്തെ കുട്ടി പാകിസ്ഥാൻ എന്ന് അഭിസംബോധന ചെയ്തത് കർണാടകയിലൊരു ജഡ്ജിയാണ്. ഈ മനോഭാവം മലയാളികൾക്കില്ലെന്ന് വിചാരിക്കേണ്ട കേട്ടോ. മലയാളിയുടെ സ്വകാര്യ സംഭാഷണത്തിൽ ഞാൻ വ്യക്തിപരമായി ചില സംഭാഷണങ്ങൾ കേട്ടിട്ടുള്ളതിൽ നിന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടുള്ള കാര്യം, നമ്മുടെ ചില സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ കേട്ടിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ഞാൻ എൻ്റെ മകളെ ഉപദേശിച്ചിട്ടുണ്ട്. എന്താണ് ഉപദേശിച്ചത് ഞാൻ ചോദിച്ചു. അതെ, മറ്റാരെ കല്യാണം കഴിച്ചാലും മുസ്ലിങ്ങളെ കല്യാണം കഴിക്കരുത്, വലിയ അപകടമാണ്. നമ്മുടെ ഒരു സുഹൃത്ത് തൻ്റെ മകളെ ഉപദേശിച്ചത് എന്നോട് പറയുക, അദ്ദേഹത്തിന് അത് പറയാൻ യാതൊരു മടിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കേരളം അങ്ങനത്ര സുരക്ഷിതമായ പ്രദേശമെന്നാണ് വിചാരിക്കേണ്ട. ഇത്തരം മനോഭാവം വളരെ ശക്തമായിട്ട് കേരളത്തിലുണ്ട്. അതിനെതിരെ ശക്തമായ അവബോധമില്ലെങ്കിൽ സാഹോദര്യത്തെയും സമത്വത്തെയും നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല. നമ്മുടെ പുരോഗമന മൂല്യങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയില്ല. നമ്മുടെ ബാക്ക് ടോക്കുകളിൽ, നമ്മുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ ഒക്കെ തന്നെ വളരെ കൃത്യമായ രീതിയിൽ ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനാൽ ഇന്ത്യയിലെ 33 കോടി ജനങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ചാണ് ശാസ്ത്രം ചിന്തിക്കേണ്ടത്. ശാസ്ത്രം ചിന്തിക്കേണ്ടത് എന്താണ്? ഇന്ത്യയിലെ 33 കോടി ജനങ്ങളെ പറ്റിയാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നമ്മളെ എന്താക്കി മാറ്റി? 33 കോടി ജനങ്ങളും രാമനെ പറ്റി ചിന്തിക്കുന്ന രീതിയിലേക്ക് രാഷ്ട്രീയത്തെ LK അദ്വാനിയുടെ നേതൃത്വത്തിൽ നടന്ന രഥഘോഷയാത്രയും തുടർന്നുള്ള സംഭവവികാസങ്ങൾ രാജ്യത്തെ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. 33 കോടി ജനങ്ങൾ അവരുടെ പരിണാമത്തെപ്പറ്റി, അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കേണ്ടതിനെപ്പറ്റി, അവരുടെ വിശപ്പ് മാറേണ്ടതിനെപ്പറ്റി രാഷ്ട്രം ചിന്തിക്കണമെന്ന് നെഹ്റു ആവശ്യപ്പെട്ടപ്പോൾ അതല്ല വേണ്ടത് എന്നും ജനങ്ങൾ ചിന്തിക്കേണ്ടത് രാമനെ പറ്റിയാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ അവരുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിവർത്തിക്കുന്ന സമീപനമല്ല സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് 1947 ജനുവരിയിൽ ഡൽഹിയിൽ നടന്ന 34ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്നുള്ള വരികളാണ് ഇവിടെ ഉദ്ധരിച്ചത്. നെഹ്റുവിൻ്റെ ഈ ഭരണകാലത്ത് തന്നെയാണ് 1955 തൊട്ടുകൂടായ്മ വിരുദ്ധ നിയമം അദ്ദേഹം കൊണ്ടുവരുന്നത്, തൊട്ടുകൂടായ്മ ശിക്ഷാർഹമായി മാറ്റുന്നത് എന്നുകൂടി നമ്മൾ കാണണം. മതം ഒരു വൈയക്തിക വിഷയമാക്കണമെന്ന് നെഹ്റു നിരീക്ഷിച്ചു. വർഗീയവാദത്തെ നെഹ്റു ഇങ്ങനെ നിർവചിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു വിഭാഗത്തെ മറ്റൊന്നിനോട് മല്ലടിപ്പിക്കുന്ന മതത്തിൻ്റെ പുറംമോടി അണിഞ്ഞ രാഷ്ട്രീയമാണ് വർഗീയവാദമെന്നാണ് നെഹ്റു വർഗീയവാദത്തെപ്പറ്റി പറഞ്ഞു. എന്താണ് വർഗീയവാദം? ഒരു വിഭാഗത്തെ മറ്റൊന്നിനോട് മല്ലടിപ്പിക്കുന്ന മതത്തിൻ്റെ പുറംമോടി അണിഞ്ഞ രാഷ്ട്രീയമെന്നാണ് വർഗീയവാദത്തെപ്പറ്റി നെഹ്റു പറഞ്ഞു വെച്ചത്. വർഗീയത ദേശീയ ഐക്യത്തിന് ഭീഷണി ഉയർത്തുന്നതും ദേശവിരുദ്ധവുമാണെന്ന് നെഹ്റു പ്രസ്താവിച്ചു. വർഗീയത എന്താണ്? ദേശീയ ഐക്യത്തിന് ഭീഷണി ഉയർത്തുന്ന ഒന്നാണെന്ന് പറഞ്ഞു വെച്ചു. അടിസ്ഥാനപരമായ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള നെഹ്റുവിൻ്റെ സങ്കല്പമാണ്. നെഹ്റു പറഞ്ഞു, ദുഃഖകരമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു പാരമ്പര്യ ധാരണ. ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന അഭിമാനക്ഷതമായി കരുതുന്നു. അത്തരം അധ്വാനം താഴ്ന്ന വിഭാഗങ്ങളുടെ തൊഴിൽ മാത്രമാണെന്ന് വിശ്വസിക്കുന്നു. ചില തൊഴിലുകൾ താഴ്ന്ന ആൾക്കാർ മാത്രം ചെയ്താൽ മതി. അങ്ങനെയാണല്ലോ ഈ മാൻഹോളുകളിൽ ആയിരക്കണക്കിന് ആളുകൾ കുടുങ്ങി മരിക്കുന്നത്. അതെല്ലാം ചില പ്രത്യേക വിഭാഗക്കാർ ചെയ്യേണ്ട തൊഴിലാണ്. ഉയർന്ന ആൾക്കാർ ആ ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. ഇന്ത്യയുടെ മനസ്സിനെ ഏറ്റവും ആഘാതമേൽപ്പിച്ചൊരു ചിന്തയാണ് ശരീരം കൊണ്ട് അധ്വാനിക്കുന്നത് താഴ്ന്ന ആളുകളുടെ മാത്രം കർത്തവ്യമാണ് എന്ന വിശ്വാസം. ഉയർന്ന വിഭാഗത്തിൽപ്പെട്ടവർ തൻ്റെ കൈകൊണ്ടൊന്നും ചെയ്തുകൂടാ, ഇല്ലേ? അതാണ് നമ്മൾ ഈ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ കാണുന്നത്. എന്താണ്? കുചേലൻ്റെ കഥ എല്ലാവർക്കും അറിയാം. കുചേലൻ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. പക്ഷെ ഭയങ്കര ദാരിദ്ര്യമായിരുന്നിട്ട് പോലും കുചേലൻ ഒരു വാഴ പോലും വീട്ടിൽ നട്ടില്ല. നട്ടോ? ഇല്ല. ആര്യൻ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടില്ലേ?
കണ്ട് കരഞ്ഞിട്ടുണ്ട്. ദൂരദർശനിലും ഏഷ്യാനെറ്റിലും ഒക്കെ കണ്ട് കരഞ്ഞിട്ടുണ്ട്. ബ്രാഹ്മണൻ്റെ ദുഃഖവും ദാരിദ്ര്യവും കൊണ്ട് മലയാളികൾ വിങ്ങിപ്പൊട്ടി, ചങ്ക് തകർന്നു, വിലാപമുയർത്തി. പക്ഷെ ആരും ചോദിച്ചില്ല. മോഹൻലാൽ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച ആ നമ്പൂതിരിയുടെ കുടുംബം നല്ല വസ്തുവുള്ളൊരു തറവാടാണ് നമുക്ക് കാണിക്കുന്നത്, അല്ലേ? ഒരു വെണ്ടയ്ക്കെങ്കിലും നടാമായിരുന്നല്ലോ. ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പടച്ചോറ വെണ്ടയ്ക്ക തോരനുമായിട്ട് കഴിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ടൊരു വെണ്ടയ്ക്ക പോലും നട്ടില്ല? അതിൻ്റെ കുറ്റം ആരുടെ തലയെ വെച്ചു? ദളിതരുടെ തലയെ വെച്ചു. ദളിതർക്ക് സംവരണം കിട്ടിയതുകൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായെന്ന് പറഞ്ഞു പരത്തി. ഇപ്പോൾ EWS സംവരണം കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ ആർക്ക് സംവരണത്തെ സംബന്ധിച്ചൊന്നും പറയാനില്ലേ? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെക്കാളും മാർക്ക് കുറവ് മതി EWSകാർക്ക്. രസകരമായൊരു സംഗതി കൂടി പറയാം. രസകരമായ സംഗതി, കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തിക ക്ഷണിച്ചു. ഒരു പോസ്റ്റ് EWS സംവരണം. എന്താണ് EWS സംവരണം? മുന്നോക്കത്തിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതാണ് EWS സംവരണം. അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ അപേക്ഷിക്കാനുള്ള അടിസ്ഥാനപരമായ യോഗ്യത കുറഞ്ഞത് 7 വർഷത്തെ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ടുള്ള അധ്യാപന പരിചയത്തിന് ശേഷമാണ് അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വരാൻ കഴിയും. അപ്പോൾ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് 6-7 കൊല്ലക്കാലം ജോലി ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും കുറേ പണം കൈ കാണുമല്ലോ. ഏറ്റവും കുറഞ്ഞ 50,000 രൂപ മാസം ബേസിക് പേ എങ്കിലും അത്രയെങ്കിലും കിട്ടുന്നുണ്ട്. 50,000 ഇൻറ്റു 12 മാസമായപ്പോൾ എത്രയായി? 6-7 ലക്ഷം രൂപയായി. അതേ ഇൻറ്റു 7 ലക്ഷം രൂപ ഇൻറ്റു 7 വർഷം ഒന്ന് കൂട്ടിക്കുക, അപ്പോൾ എത്രയായി നിങ്ങൾ പറയണം. ഈ മുന്നോക്കത്തിൽപ്പെട്ട 7 വർഷം അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ടിരുന്ന ആൾ എങ്ങനെ പിന്നോക്കക്കാരനാകുന്നത്? സാമ്പത്തികമായിട്ട് എങ്ങനെ പിന്നോക്കക്കാരനാകും? ഒരിക്കലും പിന്നോക്കക്കാരനാകത്തില്ല. എന്നിട്ടും അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ EWS സംവരണം കൊണ്ടുവന്ന് ഈ പണക്കാരനായ സവർണൻ EWS സംവരണം ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അടുത്ത ജോലിയിൽ കയറുന്നതിൻ്റെ പേരാണ് കുചേല സംവരണം. ഇതിൻ്റെ പേരാണ് കുചേല സംവരണം. വസ്തുവുണ്ട്, വീടുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടായിട്ടും ബ്രാഹ്മണർക്കും സവർണർക്കും മാത്രം കിട്ടുന്ന പ്രത്യേകമായ സുഖലോലുപതയുടെ പേരാണ് EWS സംവരണം എന്ന് പറയുന്നത്. ജനാധിപത്യ വിരുദ്ധമാണ്. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഈ സാമൂഹ്യ നീതി വിരുദ്ധമായ EWS സംവരണത്തെ അനുകൂലിച്ചു. കോൺഗ്രസും അനുകൂലിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുകൂലിച്ചു, എല്ലാവരും അനുകൂലിച്ചു. പക്ഷേ മുസ്ലിം ലീഗ് മാത്രമാണ് ഇതിനെ എതിർത്തത്. മുസ്ലിം ലീഗ് മാത്രമാണ് എതിർത്തത്. ഈ കാര്യം നമ്മൾ കാണാതെ പോകരുത്. എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമാണെന്ന് ആലോചിച്ച് നോക്ക് EWS സംവരണം. കേരളത്തിൽ PSCയിൽ EWS സംവരണം നടപ്പിലാക്കുമ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട പാകപ്പിഴ എവിടെയെന്നറിയാമോ? 50% പൊതു മത്സരം. ആ പൊതുമത്സരത്തിൽ നിന്നാണ് 10% എടുത്ത് EWSന് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പൊതുമത്സരം 40% ചുരുങ്ങിയിരിക്കുന്നു എന്നർത്ഥം. നിലവിൽ തന്നെ കേരളത്തിലെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 96% തസ്തികകളും സവർണരാണ്, വരേണ്യ ഒളിഗാർക്കിയ. കേരളത്തിലെ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ മുഴുവൻ സവർണരാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് വീണ്ടും 10% കൂടെ അടിച്ചു കയറ്റി സവർണ രാജാക്കി മാറ്റിയിരിക്കുക. അതുകൊണ്ടാണ് ഗാന്ധിയുടെ മുഖത്ത് നോക്കി ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞു, താങ്കൾ സ്വരാജിനെ പറ്റി പറയുന്നു, ആ സ്വരാജ് ഞങ്ങൾ ഉൾപ്പെടാത്ത സ്വരാജ, സവർണ സ്വരാജിനെ പറ്റിയാണ് ഗാന്ധി പറയുന്നത് എന്ന് ഗാന്ധിയുടെ മുഖത്ത് നോക്കി ഡോക്ടർ BR അംബേദ്കർ പറയുകയുണ്ടായി. ആ സവർണ സ്വരാജാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത്. പൂർണ്ണ സ്വരാജല്ല, സവർണ സ്വരാജാണ്. സവർണർ മാത്രം അധികാരത്തിൽ നിൽക്കുക. നോക്കൂ, ഒരു ചെറിയ ഉദാഹരണം പറയാം. കേരളത്തിൽ നടന്നൊരു കാര്യമാണ്. കേരളത്തിൽ ഒരു പട്ടികജാതിക്കാരി പലതവണ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. വളരെ സീനിയോറിറ്റി ഉള്ള കേരളത്തിൽ നടന്ന സംഭവമാണ്. അവർക്ക് ആ പ്രാവശ്യം ആ ബ്ലോക്കിൻ്റെ പ്രസിഡൻ്റായിട്ട് കൊടുക്കാം. ഒരു സ്ത്രീയാണ്, പക്ഷേ കൊടുത്തില്ല. ഒരു നായർ സ്ത്രീ ഫസ്റ്റ് ആദ്യമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ആ സ്ത്രീയെ എന്താക്കി? ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാക്കി. അപ്പോൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ആ രാഷ്ട്രീയ കക്ഷിക്ക് വേണ്ടി പ്രവർത്തിച്ച് ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച ദളിത് സ്ത്രീ ആരായി? ഇതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ദളിതരോടുള്ള സമീപനം. ഈ സമീപനത്തിൽ നിന്ന് മുക്തരായിട്ടില്ല കേരളം. നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. വൈസ് ചാൻസലർമാരുടെ നിയമനത്തെ സംബന്ധിച്ച് സർവകലാശാല എന്ന് പറയുന്ന സങ്കല്പം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ നെഹ്റു പറയും, വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് പലപ്പോഴും ഭരണപരമായ കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ്. തീർച്ചയായും ഭരണപരമായ നേതൃത്വം നല്ലത് തന്നെ. എന്നാൽ ഒരു സർവകലാശാല അക്കാദമിക് വിഷയങ്ങൾ ആഴത്തിൽ പിന്തുടരുന്നതിന് വേണ്ടി കൂട്ടായി ശ്രമിക്കുന്ന ഒരു സംഘത്തിൻ്റെ കേന്ദ്രമാണ്. അവിടെ വേണ്ടത് അക്കാദമിക കാലാവസ്ഥയാണ്.
ഒരു വൈസ് ചാൻസലർ, ഒരു അഡ്മിനിസ്ട്രേറ്റർ മാത്രമാണെങ്കിൽ അദ്ദേഹത്തിന് അക്കാദമിക് ജീവിതത്തിൽ ആഴത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. പ്രഗത്ഭരായ വിദ്യാർത്ഥികളുടെ ആദരവ് പിടിച്ചു പറ്റാനും കഴിയില്ല. അതുകൊണ്ട് ഞാൻ കരുതുന്നത് വൈസ് ചാൻസലർമാർ വിജ്ഞാനികളും ഉയർന്ന അക്കാദമിക നിലവാരം പുലർത്തുന്നവരുമായിരിക്കണമെന്നാണ് വൈസ് ചാൻസലർമാരെ സംബന്ധിച്ച ഒരു സങ്കല്പം അദ്ദേഹം ആവിഷ്കരിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്ത് എന്താണ് നടക്കുന്നത്? വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ പരിശോധിക്കണം. മിശ്രവിവാഹത്തെ സംബന്ധിച്ചൊരു സങ്കല്പം ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട്. അദ്ദേഹം എഴുതി, ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുന്നതിനാണ്. നമ്മുടെ സമൂഹത്തെ ഏറ്റവും അധികം ദുർബലമാക്കുന്ന ഒന്നാണിത്. മിശ്രവിവാഹങ്ങൾ പ്രത്യേക തലത്തിൽ വീക്ഷിക്കപ്പെടുകയും അവ കേവലം സാധാരണമെന്ന് കരുതപ്പെടാത്ത കാലത്തോളം ഇത് തുടർന്നുകൊണ്ടിരിക്കും. മിശ്രവിവാഹം സാധാരണമായിട്ട് നടക്കണം, ആണോ? പക്ഷെ നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മുസ്ലിങ്ങൾ കുറച്ചധികം വസിക്കുന്നൊരു പ്രദേശം എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ സവർണർ മാത്രം വസിക്കുന്നൊരു പ്രദേശം. തീർച്ചയായിട്ടും ഏത് രാഷ്ട്രീയ കക്ഷികളും ഒരു കാൻഡിഡേറ്റ് നിർത്തുന്ന സമയത്ത് എന്താണ് ആലോചിക്കുക? അവിടെ ഭൂരിഭാഗമുള്ള ജനങ്ങളുടെ വോട്ട് മേടിക്കാൻ ആ ഭൂരിഭാഗമുള്ള ജനതയിൽ നിന്ന് ഒരാളെ നിർത്തുക. ഇതാണ് രാഷ്ട്രീയ കക്ഷികൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി പറ്റിക്കൊണ്ടിരിക്കുന്ന തന്ത്രം. ഇത് പറയാൻ കാരണം എന്താണ്? ഈ തന്ത്രത്തിൻ്റെ ഉറവിടം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ തന്ത്രത്തിൻ്റെ ഉറവിടം എന്താണ്? ഇന്ത്യൻ ജാതി വ്യവസ്ഥയാണ്. നമ്മൾ സെക്കുലർ എന്നൊക്കെ പറയുമെങ്കിലും മലയാളികൾ, ഇന്ത്യക്കാർ അത്രമേൽ സെക്കുലറൊന്നും അല്ല. ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇലക്ഷൻ നടക്കുന്നതും, ജാതിയുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതും, ജാതിയുടെ അടിസ്ഥാനത്തിലാണ് നിയമനങ്ങൾ നടക്കുന്നതും, എല്ലാം ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്ന് ഇത്രയും വർഷങ്ങളായിട്ടും സവർണർ തന്നെ അക്കാദമിയുടെ അധ്യക്ഷന്മാരായിട്ട് വരിക. അത് സംഗീത നാടക അക്കാദമിയുടെ കാര്യമാണെങ്കിലും കൊള്ളാം, ഏത് അക്കാദമി ആയാലും കൊള്ളാം. പ്രൊഫസർ ഡോക്ടർ എം കുഞ്ഞാമൻ നിരീക്ഷിച്ചതുപോലെ ഇന്ത്യയിലെ വൈസ് ചാൻസലർ കസേരയിൽ ഒരു ദളിതൻ ഇരിക്കണമെങ്കിൽ എന്തു വേണം? മൂട്ടയായിട്ട് ജനിക്കേണ്ടി വരും. അതേത് പുരോഗമന സർക്കാർ ഭരിച്ചാലും ഒരു മൂട്ടയായിട്ട് ജനിക്കേണ്ടി വരും. മലയാളി ഭയങ്കര പുരോഗമനക്കാരാണ്. നമുക്ക് പുരോഗമന കലാസാഹിത്യ സംഘമുണ്ട്, ശാസ്ത്ര സാഹിത്യ പരിഷത്തുണ്ട്, 916 പുരോഗമനക്കാരാണ് മൊത്തം. പക്ഷേ ഒരു ദളിതനെ നിയമിക്കണമെങ്കിൽ എന്തു പ്രയാസമെന്നറിയാവോ? അങ്ങേയറ്റത്തെ പ്രതിസന്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ദളിതനെ വൈസ് ചാൻസലറാകും. ഇതുവരെ അങ്ങനെ സംഭവം നടന്നിട്ടേ ഇല്ല കേട്ടോ. ഇപ്പോൾ കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലറായിട്ട് പ്രൊഫസർ ഡോക്ടർ ഗീത പ്രവർത്തിക്കുന്നുണ്ട്. അത് മുമ്പേ ഇരുന്ന ആരിഫ് എന്ന് പറയുന്ന നമ്മുടെ മുൻ ഗവർണർ നിയമിച്ചതാണ്, നമ്മുടെ സർക്കാർ നിയമിച്ചതല്ല. അങ്ങനെ ഒരു ദളിത് സ്ത്രീ കേരളത്തിൽ ഇപ്പോൾ വൈസ് ചാൻസലറായിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ പുരോഗമനത്തിന് എന്താണ് കുഴപ്പം? നമ്മുടെ പുരോഗമനം ജാതിബദ്ധമാണ്. അത് പുറമേ മാത്രമുള്ള തൊലിപ്പുറത്തെ വിപ്ലവമാണ്. അത് നമ്മുടെ അന്തർധാരയെ, നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ മനസ്സിനെ അത് സ്പർശിച്ചിട്ടേയില്ല ഈ പുരോഗമന മൂല്യങ്ങളൊന്നും തന്നെ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്. മലപ്പുറത്ത് അരീക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്വന്തം മകളെ ഒരാൾ കുത്തിക്കൊന്നത്. പിതാവ് തന്നെ സ്വന്തം മകളെ കുത്തിക്കൊന്നു. എന്താ കാരണം? അരീക്കോട് ഈ മകളെ ആതിരയെന്നാണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ. ആ കുട്ടി ഒരു ദളിത് പട്ടാളക്കാരനാണ്, നല്ല ജോലിയുണ്ട്. ഒരു ദളിതനെ പ്രേമിച്ചു എന്നതിൻ്റെ പേരിലാണ് ആ കൊച്ചുകുട്ടിയെ, ആ ചെറുപ്പക്കാരിയെ കൊന്നുകളഞ്ഞു. സ്വന്തം പിതാവ് കത്തിവെച്ച് കുത്തിക്കൊന്നു എന്നുള്ളതാണ്. ഇത് നടക്കുന്നത് കേരളത്തിലാണ്. കെവിൻ്റെ കൊലപാതകം നടന്നത് കേരളത്തിലല്ലേ? ഇപ്പോഴും മിശ്രവിവാഹം എന്ന് പറയുന്ന സംഗതിയെ കേരളീയ സമൂഹം അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും ക്രിസ്ത്യാനികളെയോ ഹിന്ദുക്കളെയോ മുസ്ലിം പുരുഷന്മാർ പ്രേമിച്ചാൽ എന്താണ് അവസ്ഥ? ലവ് ജിഹാദ് എന്നാ പേര്. മുസ്ലിങ്ങൾക്ക് ഭൂമി മേടിക്കാൻ പറ്റുമോ? ലാൻഡ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, തുപ്പൽ ജിഹാദ്, 100 തരത്തിലുള്ള ജിഹാദുകളാണ്. ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. അപ്പം മനുഷ്യർ തമ്മിലുള്ള പ്രേമവും സ്നേഹവും ഒന്നും ജാതി നോക്കിയോ മതം നോക്കിയോ ഒന്നും അല്ല. അതിനൊക്കെ അതീതമാണ് പ്രേമവും സ്നേഹവും ഒക്കെ. നെഹ്റു പറഞ്ഞു, ഭരണഘടന ഇത്തരം വിവാഹങ്ങളെ നിയമപരമായി സംരക്ഷിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നതായി തോന്നിപ്പോകും. വിവാഹം തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമാണ്. പഴയ ചാലിൽ നിന്ന് രക്ഷപ്പെട്ട് പുതിയ രീതികളിലേക്ക് അവരെ എത്തിക്കാൻ പല പ്രയാസങ്ങളുമുണ്ട്. ചിലപ്പോൾ പുതിയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കേണ്ടി വരും. ദ സ്പെഷ്യൽ മാരേജ് ബിൽ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ കാൽവെപ്പാണ്. അത്തരം കാൽവെപ്പുകൾ തുടരേണ്ടിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യർ തമ്മിൽ ബുദ്ധിപരവും സാമൂഹികവുമായി കൂടുതൽ യോജിക്കുന്നവരെ തിരഞ്ഞെടുക്കും. വിവാഹം അടിച്ചേൽപ്പിക്കുന്നത് ജീവിത വിജയത്തിന് ഉതകുന്നതല്ല.
വിവാഹം അടിച്ചേൽപ്പിക്കുന്നത് ജീവിത വിജയത്തിന് ഉതകുന്നതല്ല. എനിക്ക് നിയമങ്ങളിലൂടെ മറ്റ് ബാഹ്യമായ പ്രേരണകളിലൂടെ നടക്കുന്ന വിവാഹങ്ങളോട് താല്പര്യമില്ല എന്നാണ് നെഹ്റു പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം മനുഷ്യർ തമ്മിൽ ഇഷ്ടപ്പെടുന്ന ആർക്കും ആരെയും വിവാഹം കഴിക്കുന്ന സ്വാഭാവികമായ ഒരു വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് സംജാതമാകണമെന്നാണ് നെഹ്റു നിരീക്ഷിച്ചത്. എന്താണ് മതേതരത്വം? ആ മതേതരത്വം എന്ന് പറയുന്ന സങ്കല്പത്തെ സംബന്ധിച്ച് നെഹ്റു അടിസ്ഥാനപരമായ ചില ആശയങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നാം നമ്മുടെ സ്റ്റേറ്റിനെ അല്ലെങ്കിൽ രാജ്യത്തെ വിളിക്കുന്നത് സെക്കുലർ എന്നാണ്. സെക്കുലർ എന്ന പദം അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല. അതിനേക്കാൾ നല്ലതായി മറ്റൊന്നും കിട്ടാത്തത് കൊണ്ട് അത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. എന്താണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം? ഒരിക്കലും അത് മതങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നു എന്ന അർത്ഥം സൃഷ്ടിക്കുന്നില്ല. സെക്കുലറിൻ്റെ അർത്ഥം മതങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അഥവാ യാതൊരു മതത്തിലും വിശ്വസിക്കാത്ത ആളുകളുടെ സ്വാതന്ത്ര്യം എന്നൊക്കെയാണ്. എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഒരു മതത്തിനും മറ്റൊരു മതത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ സാധ്യമല്ലാത്ത സ്വാതന്ത്ര്യം, കൂടാതെ സ്റ്റേറ്റിൻ്റെ അടിസ്ഥാന ആശയങ്ങളോട് വിഘടിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം, ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അവരുടെ മതത്തിൻ്റെ വീക്ഷണത്തിൽ നിന്ന് രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഭൂരിപക്ഷ സമുദായങ്ങൾക്ക് ഈ നിലപാടുകളെ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഭൂരിപക്ഷ സമുദായം ഏറ്റവും പ്രധാന സമുദായമായി തോന്നാമെങ്കിലും അവരുടെ ചുമതല ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരു ആക്ഷേപവും അവരോട് തോന്നാത്ത തരത്തിൽ പെരുമാറുക എന്നതാണ് എന്നുകൂടി അദ്ദേഹം സൂചിപ്പിച്ചു. നെഹ്റു പറഞ്ഞു, സെക്കുലർ എന്ന പദം ഡിക്ഷണറിയിലുള്ള അതിൻ്റെ അർത്ഥത്തെക്കാൾ കൂടുതലായ അർത്ഥമുള്ള ഒന്നാണ്. അത് സാമൂഹികവും രാഷ്ട്രീയവുമായ സമത്വത്തിൻ്റെ പ്രതീകമാണ്. അതാണ് സമത്വത്തിൻ്റെ പ്രതീകമാണ്. വർഗീയത നിറഞ്ഞൊരു സമൂഹം സെക്കുലർ അല്ല. വർഗീയത നിറഞ്ഞൊരു സമൂഹം സെക്കുലർ അല്ല. മറ്റൊരാളുടെ വിശ്വാസത്തിൽ ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. എന്നാൽ വിശ്വാസങ്ങൾ കാസ്റ്റ് അഥവാ വർഗീയ അടിസ്ഥാനത്തിൽ മാറുമ്പോൾ അത് പൊതുസമൂഹത്തിൻ്റെ ഘടനയെയും നിലനിൽപ്പിനെയും ബാധിക്കും. നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന സമത്വം എന്ന ആശയത്തിൽ എത്തിച്ചേരുന്നതിന് അത് വിഘാതം സൃഷ്ടിക്കുന്നു. രാഷ്ട്രീയ കാര്യത്തിൽ അവ ഇടപെടുന്നു. കമ്മ്യൂണലിസം അഥവാ വർഗീയത സെക്കുലറിസത്തിൻ്റെ ശത്രുവാണ്. അത് യഥാർത്ഥത്തിൽ ദേശീയതയ്ക്ക് പോലും എതിരാണ് എന്ന് നെഹ്റു പറഞ്ഞു വെച്ചു. ഇങ്ങനെ ഒരു മതേതര ദേശരാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിൽ ധാരാളം സങ്കല്പങ്ങൾ ആവിഷ്കരിച്ച ഒരാളാണ് നെഹ്റു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ പ്രവർത്തന പദങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരു കാര്യം കൂടെ പറയാം, നെഹ്റുവിൻ്റെ വാക്യങ്ങൾ ഉദ്ധരിക്കാം. രാഷ്ട്രീയ വശങ്ങളെ ഹാസ്യഭാവത്തിൽ വീക്ഷിക്കുവാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഹിന്ദു ജനതയുടെ ബഹുഭൂരിപക്ഷമുണ്ടെങ്കിലും മതങ്ങളുടെയും മറ്റ് വീക്ഷണങ്ങളുടെയും ഒരു സംയുക്ത രാഷ്ട്രമാണ് ഇന്ത്യ. നമ്മുടെ പൊതുവായ വീക്ഷണ സംഹിതയെയും പലതിനെയും ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു സംസ്കാരത്തെയും അടിസ്ഥാനപരമായി അവഗണിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ? ബഹുസ്വരതയാണ് പ്രധാനമെന്നാണ് നെഹ്റു പറയുന്നത്. അതുകൊണ്ട് എല്ലാ പ്രധാന വിഷയങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വരുന്നു. അടുത്ത കാലത്തായി നമ്മുടെ രാജ്യത്ത് തീക്ഷ്ണമായ ഹൈന്ദവികതയുടെയും അത് പ്രതിദാനം ചെയ്യുന്ന വർഗീയതയുടെയും പുനരുദ്ധാരണത്തിന് ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്ന് നെഹ്റു അന്ന് തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ധാരാളം കത്തുകൾ മുഖ്യമന്ത്രിമാർക്ക് എഴുതുന്ന ഒരാളായിരുന്നു നെഹ്റു. സാധാരണ ഒരു പഴഞ്ചൊല്ല് പോലെ ഈ ജനാധിപത്യത്തിൽ ഫാസത്തിനൊരു മുറിയുണ്ടെന്ന് പൊതുവെ പറയാറുണ്ടല്ലോ. പക്ഷേ അവരുടെ പ്രവർത്തനം ഏതാണ്ട് അതിര് കവിഞ്ഞിരിക്കുന്നു. പ്രവിശ്യാ സർക്കാരുകൾ ആ പ്രവർത്തനത്തിന് മേൽ കണ്ണുവെക്കുന്നത് നന്നായിരിക്കും. ഉചിതമെന്ന് തോന്നുന്ന നടപടി അവർക്ക് കൈക്കൊള്ളാം. ജർമ്മനിയിൽ നാസി പ്രസ്ഥാനം എങ്ങനെയാണ് വികാസം പ്രാപിച്ചതെന്നതിനെ സംബന്ധിച്ച് കുറച്ചൊക്കെ എനിക്കറിയാം. ഉപരിപ്ലവമായ ധാടി കൊണ്ടും കർശനമായ അച്ചടക്കം കൊണ്ടും ഏറെ ബുദ്ധിയൊന്നുമില്ലാത്ത, ജീവിതത്തിൽ ആകർഷണീയമായി യാതൊന്നുമില്ലാത്ത കീഴ്മധ്യവർഗത്തിൽപ്പെട്ട യുവാക്കളെയും യുവതികളെയും അതിനോട് അടുപ്പിച്ചു. അങ്ങനെ അവർ നാസി പാർട്ടിയിലേക്ക് അടുത്തു. അതിൻ്റെ നയവും പരിപാടിയും ലളിതവും നിഷേധാത്മകവും ഏറെ മാനസിക അഭ്യാസം ആവശ്യമില്ലാത്തതുമായിരുന്നു. നാസി പാർട്ടി ജർമ്മനിയെ നശിപ്പിച്ചു. ഈ പ്രവണതകൾ ഇന്ത്യയിൽ പടരാനും വർദ്ധിക്കാനും അനുവദിച്ചാൽ ഇന്ത്യക്കവ വമ്പിച്ച നാശം വരുത്തി വെക്കുമെന്ന് എനിക്കുറപ്പാണ്. ഹിന്ദുരാജ് ഒരു വാസ്തവമായാൽ അത് ഈ രാജ്യത്തിന് വലിയ ആപത്താണെന്ന് പറഞ്ഞത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. അതുപോലെ നെഹ്റുവും പറഞ്ഞു, ഈ പ്രവണതകൾ ഇന്ത്യയിൽ പടരാനും വർദ്ധിക്കാനും അനുവദിച്ചാൽ ഇന്ത്യക്ക് അവ വമ്പിച്ച നാശം വരുത്തി വെക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. തന്നെ നെഹ്റു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. നെഹ്റു പറയുന്നത്
ഹിന്ദുത്വം ഇങ്ങനെ പടർന്നാൽ രാജ്യത്തെ ആസൂത്രണവും സാമ്പത്തിക വികസനവും സയൻസിൻ്റെ വളർച്ചയും ക്ഷേമരാഷ്ട്രമെന്ന സങ്കല്പവും എല്ലാം ഹിന്ദുത്വം തകർക്കുമെന്നാണ് നെഹ്റു മുമ്പേ തന്നെ ദീർഘമായി ദർശിച്ച് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ഇന്ത്യ അതിജീവിക്കും, പക്ഷേ അവൾക്ക് ഗുരുതരമായ പരിക്കേൽക്കും. ആ പരിക്ക് മാറാൻ ഏറെ കാലമെടുക്കുമെന്നാണ് സാക്ഷാൽ നെഹ്റു പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് വളരെ വിപുലമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ് നെഹ്റുവിനെ സംബന്ധിച്ചുള്ളത്. ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം അദ്ദേഹം പറഞ്ഞു, രാജ്യത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഒരുപോലെ ക്ഷേമവർത്തിയാകുന്ന രാജ്യം എന്നതാണ് ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പത്തിലൂടെ നെഹ്റു കണ്ടത്, ദർശിച്ചത്. നമ്മുടെ രാജ്യം വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുമ്പോൾ, രാജ്യത്ത് മുസ്ലിങ്ങളും ദളിതരും ബഹുജനങ്ങളും വലിയ പീഡനങ്ങൾ നേരിടുമ്പോൾ, വലിയ രീതിയിലുള്ള ഹിംസാത്മകമായ ആക്രമണങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചു വരുമ്പോൾ, ജനാധിപത്യ സംബന്ധമായ കാര്യങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ ജനാധിപത്യ ക്രമത്തെ സംബന്ധിച്ച് വിസ്റ്റം നടത്തിയ പഠനം സൂചിപ്പിക്കുന്ന ജനാധിപത്യം ഒരു സ്വേച്ഛാധിപത്യ ക്രമമായി നമ്മുടെ രാജ്യം മാറി എന്നാണ് വിസ്റ്റത്തിൻ്റെ പഠനം സൂചിപ്പിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന സ്വേച്ഛാധിപത്യം എന്നാണ് വിസ്റ്റം അതിനെപ്പറ്റി പറയുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട സ്വേച്ഛാധിപത്യം. മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ രാജ്യം പുറകോട്ട് പോകുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ രാജ്യം പുറകോട്ട് പോകുന്നു. പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ സംബന്ധിച്ചൊരു വിമർശനം ഉന്നയിച്ച ഒരു പ്രൊഫസറെ പിടിച്ച് ജയിലിലിടുന്നു. എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? ഇപ്പം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന അടിസ്ഥാനപരമായി മൂല്യങ്ങൾ തന്നെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഈ അടിസ്ഥാനപരമായ ക്ഷേമരാഷ്ട്ര സങ്കല്പം തന്നെ വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ വർഗീയത വിഷം പോലെ സമൂഹത്തിൽ പടരുന്നൊരു കാലത്തു കൂടിയാണ് നാം കടന്നു പോകുന്നത്. ഇങ്ങനെ വർഗീയത വിഷം പോലെ നമ്മുടെ രാജ്യത്ത് പടരുമ്പോൾ ആ വർഗീയതയിൽ നിന്നും നമുക്ക് മുക്തമാകാനുള്ള വിമോചനാത്മകമായ പ്രത്യയശാസ്ത്ര വഴിയാണ് നെഹ്റുവിൻ്റെ ചിന്തകളും ജീവിതവും ഒക്കെ തന്നെ. അതുകൊണ്ട് ആ ചിന്തകളെയും ജീവിതത്തെയും വർത്തമാനകാല സമകാലിക കേരളീയ ഇന്ത്യൻ സന്ദർഭത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടും പുനഃസന്ദർശനം ചെയ്തുകൊണ്ടും ആഴത്തിൽ വിചിന്തനം ചെയ്തുകൊണ്ടും മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയൂ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. ഇത്തരം ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് സംഘാടകരോട് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. ഏവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.